عن أنس بن مالك رضي الله عنه أنه قال كان النبي صلى الله عليه وسلم إذا دخل رجب يقول അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്റെ പതിവിൽപ്പെട്ടതായിരുന്നു, ഇദാ ദഖല റജബുൻ, പവിത്രമായ റജബ് മാസം കടന്നു വന്നാൽ യദഉ, പ്രവാചകൻ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പവിത്രമായ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ആലിമീങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, അവർക്കറിയാം കാന എന്ന പദം അത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നാൽ ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ ജമുൽ ജവാമി അടക്കമുള്ള നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കുറിക്കുന്നു, ദവാമിനെ കുറിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിത്യമായി ചെയ്യുന്ന ഒരു അമലാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ റജബ് വന്നാൽ മുടങ്ങൂല, പ്രവാചകന്റെ പതിവിൽപ്പെട്ടതാണ്. എന്ത്? ഈ ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അങ്ങനെ തന്നെ ദുആ ചെയ്യണം. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ, പവിത്രമായ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ. അതിനൊരു മാറ്റവും വരുത്തണ്ട, ഒരു ഹർഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റണ്ട. ഫീ റജബാന്നോ അല്ലെങ്കിൽ ശഅബാൻ ആകുമ്പോഴത്തേക്ക് റജബ് കട്ട് ചെയ്തിട്ടോ ഒന്നും ദ്വാരക്കം പറഞ്ഞിട്ടില്ല. കാരണം വാരിദായ ദുആകൾ, മൗസൂറായ ദുആകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടതാകുന്ന പ്രാർത്ഥനകൾ അതേ നിലയിൽ തന്നെ തുടർത്തിക്കൊണ്ടുവരലാണ് ശ്രേഷ്ഠത എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹം തുഹ്ഫ എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പം അതിന് ഒരു മാറ്റവും വരുത്താതെ അങ്ങനെ തന്നെ ദുആ ചെയ്യാം. റജബ് കഴിഞ്ഞു, വിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ നമ്മളിലേക്ക് സമാഗതമാകി. എങ്കിലും ആ ശഅബാനിലും നമ്മൾ ഇതേപോലെ തന്നെ ദുആ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കും. എങ്ങനെ ദുആരക്കണം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബ് കഴിയുമ്പോൾ ആ റജബ് എന്നുള്ള വാക്ക് കട്ട് ചെയ്തിട്ട് ദുആരക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ റജബ് മാസം കഴിഞ്ഞില്ലേ? കാരണം എന്തോ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, അങ്ങനെ തന്നെ ദുആ ചെയ്യുക, അതിലാണ് ശ്രേഷ്ഠത. രണ്ടാമത്തത് ബറക്കത്ത് ചോദിക്കുകയാണ് ഇവിടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ റജബിലും ശഅബാനിലും പവിത്രമായി 2 മാസങ്ങളിലും ബറക്കത്ത് നൽകണേ എന്നാണ് ചോദ്യം. റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ എന്ന് തേടുകയാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന വിശാലമാണ്. വമആനിൽ ബറകാത്തി ശത്ത, വ്യത്യസ്തമാകുന്ന അർത്ഥതലങ്ങളിലേക്ക് ബറക്കത്തിൻ്റെതാകുന്ന മഅനയെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹദീസുകൾ വന്ന ദുആഇന് വളരെ വലിയ അർത്ഥതലങ്ങളാണ്. നമ്മളെല്ലാവരും ഈ സദസ്സിൽ വന്ന് ചേർന്നിരിക്കുന്നതും ഈ സദസ്സിന്റെ ഒരു ബറക്കത്തും ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളതാകുന്ന മഹത്തുക്കളുടെ ബറക്കത്തും ആഗ്രഹിച്ചാൽ അല്ലേ? ആണോ അല്ലേ? ഭാവിക്കരയിലേക്ക് നമ്മൾ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് വന്നു. അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ആ ബറക്കത്ത് മുറ്റിയതാകുന്ന രാവിലും ബറക്കത്ത് മുറ്റിയതാകുന്ന ദിവസങ്ങളും നമ്മൾ അതിന്റെ ബറക്കത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം, മുടങ്ങാൻ പാടില്ല. 5 വഖത്ത് നിസ്കാരത്തിന്റെ പിറകിലും ചോദിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴൊക്കെ ദുആ ചെയ്യുന്നുണ്ട് ആ സമയത്തിലൊക്കെ ഈ ദുആ കൊണ്ടുവരികയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തിൽ നൽകിയതാകുന്ന ബറക്കത്ത് അത് ശഅബാനിലും നമുക്ക് നിലനിൽക്കണം. അതുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ നമ്മൾ എങ്ങനെ തന്നെ ദുആ ചെയ്യണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റജബിൽ നൽകിയതാകുന്ന ബറക്കത്ത് അതെനിക്ക് നിലനിർത്തിത്താ അല്ലാ എന്നാകും. ശഅബാനിൽ നമ്മൾ റജബ് എന്ന വാക്കുകൂടി ചേർത്ത് ദുആ ഇറക്കുമ്പോൾ അതിന്റെ മായന.
മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ്ട, അത് വിട്ടുപോകണ്ട, അത് കട്ട് ചെയ്ത് പോകണ്ട. അതാണ് പണ്ഡിത വശം. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാനിത് പറഞ്ഞത് റജബ് മാസവും ശഅബാൻ മാസവും ഒക്കെ നമ്മൾ ഇത് തന്നെ ദുആ ചെയ്യണം, ശരിക്കും അധികരിപ്പിക്കണം. എന്തിനാ അങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്ത് പഠിപ്പിച്ചത്? ഒരുപാട് ബറക്കത്ത് മുറ്റിയിട്ടുള്ളതാകുന്ന ദിവസങ്ങളും മാസങ്ങളിലൂടെയുമാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ ആ ചോദിച്ചതാകുന്ന ബറക്കത്ത് മുറ്റിയതാകുന്ന മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മൾ ഇത് എടുക്കുന്നു പറയുന്നത്. വളരെയേറെ ഫലവത്താകും, ജീവിതത്തിൽ വലിയ ഉപകാരമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളുടെ പവിത്രതയെ എടുത്തു പറയുന്നുണ്ട്. സൂറത്തു തൗബ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന നാൾക്ക് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വർഷങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് 12 മാസങ്ങളിലൂടെയാണ്. 12 മാസങ്ങളിലൂടെയാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റാ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ ആകാശഭൂമികളെ സൃഷ്ടിച്ചതായ നാൾക്ക് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് 12 മാസങ്ങളിലൂടെ അത്രേ. മിൻഹാ 4 ഹുറും, അതിൽ തന്നെ 4 മാസങ്ങൾ വളരെയേറെ പവിത്രതയുള്ളതായ മാസമാണ്. ഒന്ന് ദുൽഹിജ്ജയാണ്, മറ്റൊന്ന് ദുൽഖഅദയാണ്. ദുൽഹിജ്ജയാണ്, മുഹറം മാസമാണ്, പവിത്രമായ റജബ് മാസവും അത്രേ. ഈ 4 മാസങ്ങളും വളരെയേറെ ശ്രേഷ്ഠതയുള്ള മാസമാണ്, പവിത്രമാക്കപ്പെട്ട മാസമാണ്. ഖുർആനിൽ അല്ലാഹു പറയാം, റമളാന് ശ്രേഷ്ഠതയില്ലേ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം ചേർത്തി പറയുന്നു, ഈ 4 മാസങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം, ഗൗനിക്കണം. പലപ്പോഴും നമ്മളിൽ ആളുകൾ അശ്രദ്ധരാണ്. അല്ലാഹു നമുക്ക് നല്ല ശ്രദ്ധ പതിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദര സഹോദരിമാരെ, പഠിക്കാൻ നമുക്ക് അല്ലാഹു ആയുസ് നൽകിയിട്ടുള്ളത് വളരെ കുറഞ്ഞ ആയുസ് നൽകിയിട്ടുള്ളൂ, അല്ലേ? എത്ര ഉമ്മത്തിന്റെ ആയുസ്? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞത് 63-ാമത്തെ വയസ്സിലാണ്. 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിന്റെ പ്രായം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. അപ്പൊ അതിന് മുകളിലോട്ട് പോകുന്നവരോ ഉണ്ട്, വളരെ കുറവാണ്. 75, 80, 90, 100-ലൊക്കെ എത്തുന്നത് വളരെ കുറവാണ്. അങ്ങനെ എത്തിയവരെ ഗിന്നസ് റെക്കോർഡ് തേടി കാത്തിരിക്കുക. ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? 70 കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തിക്കുക. 70 കഴിഞ്ഞവരുണ്ടോ? വയസ്സാ എല്ലാവർക്കും വയസ്സ് പറയാനും മടിയുണ്ട്. 70 കഴിഞ്ഞവർ വരെ അനങ്ങുന്നില്ല, അല്ലേ? 2ാമത് വിവാഹം കഴിക്കാനിരിക്കുവാണ്. 70 കഴിഞ്ഞവരില്ലേ? ആരുമില്ല.
ഉണ്ട്, ഒരാളുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത്, രണ്ടുപേരുണ്ട്. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. അവർക്കും നമുക്കും അല്ലാഹു ആഫിയത്ത്, ദീർഘായുസ് അല്ലാഹു നസീബാക്കുമാറാവട്ടെ. വളരെ കുറഞ്ഞ ആളുകളെ അത് കഴിഞ്ഞു കിടക്കലുള്ളൂ. അവർ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ച് സദാസമയവും എപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ച് നിലകൊള്ളണം. എല്ലാവരും പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് 70 കഴിഞ്ഞവർ എപ്പോഴും നന്ദിയോടുകൂടി പടച്ച റബ്ബിനെ സ്മരിച്ച് നിലകൊള്ളണം. ഒരൊറ്റ ജുമായും ജമാഅത്തും അവരും മറ്റുള്ളവരും മുടക്കാൻ പാടില്ല. പ്രത്യേകിച്ചവർ. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ആയുസ് വളരെയേറെ കുറവാകുന്ന മുത്തുനബിയുടെ ഉമ്മത്തിന് മുൻഗാമികളാകുന്ന ആളുകൾക്ക് 1000-ഉം 10,000-ഉം ഒക്കെ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ അള്ളാഹു ആയുസ് കൊടുത്തിട്ടുണ്ട്. 1000-ഉണ്ട്, 2000-ഉണ്ട്, 3000-ഉണ്ട്, 4000-ഉണ്ട്, 5000 ഒക്കെ വർഷങ്ങൾ ജീവിച്ച ആളുകളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ചെയ്തതാകുന്ന അമലിനോടം വലിപ്പത്തിലേക്ക് നമുക്ക് എത്താൻ അള്ളാഹു ചില മാസങ്ങളെ ഗൗനിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചില ദിവസങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഴ്ചകളുടെ നേതാവായി ജുമുഅ ദിവസത്തെ പരിശുദ്ധ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്. സയ്യിദുൽ അയ്യാം യൗമുൽ ജുമുഅ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് വെള്ളിയാഴ്ചയെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്? ആ വെള്ളിയാഴ്ചയെ ശ്രദ്ധിച്ച് ആ ദിവസം നിങ്ങൾ പ്രത്യേകമായി കൂടുതൽ അമൽ ചെയ്താൽ നിങ്ങൾക്ക് മുൻഗാമികൾ നേടിയെടുത്തതാകുന്ന അമലിനേക്കാൾ വലിയതാകുന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസവും ശ്രദ്ധിക്കണം. ആഴ്ചകളിൽ നിന്ന് അതിനൊരു സെപ്പറേറ്റ് ഒരു ദിവസത്തെ അള്ളാഹു നൽകി. വെള്ളി മാസങ്ങളിൽ നിന്ന് ചില മാസങ്ങളെ അള്ളാഹു ശ്രേഷ്ഠതവൽക്കരിച്ചു. അതാണ് പരിശുദ്ധമായ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പവിത്രമാക്കപ്പെട്ടതായ റജബ് മാസം, പുണ്യമായ റമദാൻ മാസം. ഇതൊക്കെ അള്ളാഹു നൽകുന്നത് എന്തിന്? ഈ മാസങ്ങളെ നീ പ്രത്യേകമായി ഗൗനിച്ചാൽ, നീ മറ്റുള്ള എല്ലാ മാസങ്ങളും നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ മാസത്തെ ശരിക്കൊന്ന് മുറുകെ പിടിച്ചാൽ നിനക്ക് മുൻഗാമികൾ അനുഷ്ഠിച്ചതാകുന്ന അമലിനേക്കാളൊക്കെ ഉയരത്തിൽ നിനക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളെ അള്ളാഹു പ്രത്യേകമായി പരിഗണിച്ചത്. മസ്ജിദുൽ ഹറാം, ഇവിടെ ശ്രദ്ധ ഇവിടെ വരട്ടെ. മസ്ജിദുൽ ഹറാമിനെ അള്ളാഹു മറ്റുള്ളതാകുന്ന രാജ്യങ്ങളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് പവിത്രതയുള്ളതാക്കി, ബഹുമാനമുള്ളതാക്കി. ആ പള്ളിയിൽ പോയി ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത അള്ളാഹു നൽകി. പവിത്രമാക്കപ്പെട്ട മസ്ജിദുൻ നബവി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ശ്രദ്ധ ചെലുത്തിയ, പ്രവാചകരടക്കം അതിൻ്റെതാകുന്ന പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാകുന്ന മസ്ജിദുൻ നബവി, പ്രവാചകന്റെ പള്ളി, മദീന പള്ളി. അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 10,000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വം അള്ളാഹു നൽകി. മസ്ജിദുൽ അഖ്സ, പലസ്തീനിലേതാകുന്ന ബൈത്തുൽ മഖ്ദിസ്, അവിടെ 1 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വം അള്ളാഹു നൽകി. ലോകത്ത് ഈ 3 പള്ളികൾക്കാണ് എല്ലാ പള്ളികളെക്കാളും മഹത്വം അള്ളാഹു നൽകിയത്. ആദരവ് കൊടുത്തു, ബഹുമാനം കൊടുത്തു, എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠത അള്ളാഹു നൽകി. മസ്ജിദുൽ ഹറാമിൻ്റെതാകുന്ന സ്ഥലത്ത് ഒരു സാധനം കളഞ്ഞു കിട്ടിയാൽ അതിന്റെ മസ്അല പണ്ഡിതന്മാർ പറയുന്നു, ഷാഫി മദ്ഹബ് പ്രകാരം അവൻ ഖിയാമത്ത് നാൾ വരെ അത് പരസ്യം ചെയ്തുകൊണ്ടിരിക്കണം. ശ്രദ്ധിച്ചില്ല? നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഭാവിക്കര അല്ലെങ്കിൽ കാസർഗോഡ്, പോവിക്കാനം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു സാധനം കളഞ്ഞു കിട്ടി, ഒരു 50,000 രൂപ കിട്ടി. എന്താ ചെയ്യേണ്ടത്? വേഗം പതുക്കെ പോക്കറ്റിലേക്ക് ഇട്ട്. ആരും അറിയണം. ചിലര് 10 രൂപ ആണെങ്കിൽ പതുക്കെ പള്ളിക്കുറ്റിക്ക് ഇട്ടു, 10,000 ആണെങ്കിൽ പോക്കറ്റിലേക്ക് ഇടും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. 10 രൂപ പള്ളിക്കുറ്റി കിട്ടിയതെല്ലാം കൊണ്ട് പള്ളിക്കുറ്റി കൊണ്ടിടരുത്. അതൊക്കെ ശ്രദ്ധിക്കണം, വലിയ വിഷയമാണ്. ഒരു വലിയ തുക കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? മസല എന്താ? അതൊക്കെ പണ്ഡിതന്മാർ ഇതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ലാലത്ത് കളഞ്ഞു പോയതാകുന്ന മുതൽ ഏത് രീതിയിലാണ് നിങ്ങളത് പെരുമാറേണ്ടത്. 40 ദിവസം അതിന്റെ പരിസരങ്ങളിൽ തന്നെ നിങ്ങൾ പരസ്യം ചെയ്യണം. വലിയ ഒരു തുക കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഉടമസ്ഥർ ബന്ധപ്പെടുക, ഫോൺ നമ്പറും വെക്കുക. അത് പരസ്യം അവിടെ ചെയ്യണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിനക്ക് പറ്റും സ്റ്റാറ്റസ് വെക്കുക. ഇന്ന സ്ഥലത്തിന്, ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലത്തിന്റെ ഇടയിലായി ഇന്ന ഭാഗത്ത് വെച്ചൊരു വലിയ തുക കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. സാധനം എന്താണെന്ന് വെളിപ്പെടുത്തരുത്. ഇത്ര തുക എന്നും പറയാൻ പാടില്ല. അപ്പൊ പിന്നെ ആളുകൾക്ക് വന്നിട്ട് എളുപ്പത്തിൽ പറയാമല്ലോ 50,000 രൂപയാണെന്ന് കറക്റ്റ്
പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും, ഒരു വലിയ തുക. അപ്പോൾ അയാൾ വന്നിട്ട് പറയാണ് സാഹചര്യങ്ങൾ വെച്ച് തെളിവുകളൊക്കെ വെച്ച് ഇന്ന സമയത്ത് പോയപ്പോൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരു 40 ദിവസത്തിനുള്ളിൽ ആൾ എത്തിയാൽ അയാൾക്കത് കൈമാറണം. നേരെ മറിച്ച് മസ്ജിദുൽ ഹറാം അതിന്റെ പരിസരങ്ങൾ വെച്ചാണ് കിട്ടിയതെങ്കിൽ അത് കൈവശപ്പെടുത്തിയവൻ ഖിയാമത്ത് നാൾ വരെ പരസ്യം ചെയ്യണം. അങ്ങനെയാണ്, അല്ലാതെ കൈവശം വെക്കാൻ നമുക്ക് എടുത്തേക്കാം. എടുത്തുപോയ പണി കിട്ടി, ഉപയോഗിക്കാനും പറ്റൂല. ഖിയാമത്ത് നാൾ വരെ പരസ്യം ചെയ്യണം. ആ സ്ഥലത്തിന്റെ മഹത്വമാണത്, പവിത്രതയാണ്. മനസ്സിലാക്കണേ ഉമ്മത്ത്, അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠതയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യങ്ങളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന് ചില പള്ളികളെയും ചില സ്ഥലങ്ങളെയും മഹത്വവൽക്കരിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്ഥലം പോലെ അല്ല, മറ്റുള്ളതാകുന്ന പള്ളികൾ പോലെ അല്ല. ഇതുപോലെ ശ്രേഷ്ഠവൽക്കരിച്ച പല സാധനങ്ങളും വിശുദ്ധ ഇസ്ലാമിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വവൽക്കരിച്ചത് അതേപോലെ അല്ലാഹു മഹത്വവൽക്കരിച്ചു നൽകി. മാസങ്ങളിൽ നിന്ന് നിങ്ങൾ ഇബാദത്തിന് വേണ്ടി ശ്രദ്ധിക്കണേ. വിശുദ്ധമായ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം മാസം, നാം നിലകൊള്ളുന്ന റജബ് മാസം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മാസത്തിൽ ഒന്നുകൂടി പ്രത്യേകതയുണ്ട്. ഈ മാസം ശരിക്കും മുറുകെ പിടിച്ചാൽ വരുന്ന റമളാൻ നമുക്ക് നല്ലതുപോലെ ഇബാദത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിന് മുമ്പായി 2 മാസം മുമ്പേ ഒരു വിളംബരം. അങ്ങനെയാണല്ലോ. ഇപ്പൊ പള്ളികളിൽ ഖത്തീബിച്ച ദുആ ചെയ്യുന്നത് കേട്ടപ്പോഴാണ് പലരും റജബായത്, റമളാൻ വന്നിട്ടുണ്ട് എന്നൊരു ഓർമ്മ വരിക. അല്ലേ? റമളാന് നല്ല നോമ്പുറ വെക്കണം, നല്ല പാങ്ങിലിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കാൻ. റമളാൻ ആകിന്റെ ഒരു കൊതി അല്ലേ? എല്ലാവർക്കും ഒരു സന്തോഷം, നോമ്പ് പിടിക്കാനുള്ള ആവേശം. ചിലർക്ക് നോമ്പ് വന്നല്ലോ എന്നുള്ളൊരു ദുഃഖം, ചിലർക്ക് അങ്ങനെയുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. ഏതായിരുന്നാലും അതിനു മുമ്പ് തന്നെ ഒരു വിളംബരം അള്ളാഹു നൽകി. എന്തിന്? നന്നാവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നന്നാവാനുള്ള ഒരു അവസരം. നമ്മളൊക്കെ സുന്നികളാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ് അല്ലേ, എല്ലാ സഹോദര സഹോദരിമാരും. എന്നാൽ ചിന്തിക്കുന്ന നമുക്ക് ഏറ്റവും ബറക്കത്ത് മുറ്റിയതാകുന്ന മാസങ്ങളാണ് റജബും ശഅബാൻ. ശരിക്കും മുറുകെ പിടിക്കണം. അത് നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ദുആ ആരും മുടക്കരുത്. ഇത് കാണാതെ പഠിക്കേണ്ട ദുആ ആണ്. പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, 5 വഖ്ത് നിസ്കാരത്തിന്റെ പിന്നിൽ മാത്രമല്ല, എപ്പോഴൊക്കെ ദുആ ഇറക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ദുആ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്തുകൊണ്ട് ബറക്കത്ത് എന്ന് പറയുന്നത് നിസാര വിഷയമല്ല സഹോദരങ്ങളെ. ശ്രദ്ധിക്കണേ. ഇതാ ഖുർആൻ വെച്ചുകൊണ്ട് 1-2 ആയത്ത് ഞാൻ ഓതിത്തരാം. ശരിക്കും ശ്രദ്ധിക്കും. ബറക്കത്ത് മുറ്റിയവനാണ് അല്ലാഹു. അല്ലാഹു അവന്റെ ദാത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് അവൻ ബറക്കത്തുടയവനാണ് എന്നാണ് പറഞ്ഞത്. ആ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറയുന്നത് ഈ മാസത്തിൽ. ശരിക്കും ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് കാണാം. അല്ലാഹു അവനെ സ്വന്തത്തെ പറ്റി, അവന്റെ ദാത്തിനെ പരിചയപ്പെടുത്തുകയാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവൻ ബറക്കത്തുള്ളവനാണ്, പരിശുദ്ധനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നത് തന്നെ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. അല്ലാഹു ആരാണ്? ബറക്കത്തുള്ളവരാണ്. ആ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. തീർന്നില്ല. അല്ലാഹുവിന് എത്ര നാമങ്ങളുണ്ട്? എത്ര നാമങ്ങളുണ്ട്? 99 മഹത്തായ ശ്രേഷ്ഠമായ നാമങ്ങളുണ്ട് അല്ലേ?
قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ സ്വഹാബത്തെ അല്ലാഹുവിന്റെ മഹത്തായ 99 നാമങ്ങളുണ്ട് സഹാബ ഫമൻ ഹസാഹാ ദഖലൽ ജന്ന ആരൊരുവൻ മഹത്തായ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് അമൽ ചെയ്യുന്നുണ്ടോ അവൻ തീർച്ചയായും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമേ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചവൻ സ്വർഗ്ഗത്തിലേക്ക് കടക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഒരു മാർഗം അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്യാം. ആർക്കായി സദസ്സിൽ അറിയാവുന്നവരൊന്ന് കൈയുയർത്തിക്കുക. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഉണ്ടോ? 1 2 പേര്, 3 4 5 പേര്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ബാക്കിയുള്ളവരൊക്കെ പഠിക്കണം. ഇപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്നവരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവർക്ക്, ഈ നാട്ടുകാരെ തിരിച്ചറിയൂലേ? അറിയുമല്ലോ. പറയും, നിങ്ങൾ എല്ലാവരുടെയും പേര് പറയും. ഇത് ഹസനാജിയാണ്, അത് ഖാദിറാജിയാണ്, അത് മാറൂഫ് ദാരിമിയാണ്, അത് ഡോക്ടർ അബ്ദുറഹ്മാനാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് ഇങ്ങനെ പറയും. ഇത് അബ്ദുള്ളയാണ്, ഇങ്ങനെ പറയും. എല്ലാവരുടെയും പേര് വ്യക്തമായിട്ട് പറയും. ഒരാളുടെയും പേര് പറയാതിരിക്കൂല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 100 അല്ല, 150 അല്ല, 1000 പേരുടെ പേര് വരെ ഇവിടെ ഹിഫ്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നാട്ടുകാരുടെ പേരാണ്. അള്ളാഹ്ക്ക് 99 പേരേ ഉള്ളൂ. അത് നമുക്കറിയില്ല. ഭയങ്കര പേരാണ്. അറബിയുള്ള പേര് പോലെ 1.5 പേജ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. 2 വരിയുണ്ടോ? ഇല്ല. ചെറിയ ചെറിയ പേര് ഖുർആനിൽ അള്ളാഹു പറയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. എത്ര നല്ല മനോഹരമായ ചെറിയ ചെറിയ നാമങ്ങളാണ് അല്ലാഹുവിന്റെ. هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد. അല്ലാഹുവിന്റെ നാമങ്ങളാണ് മജീദ്. എത്ര നല്ല ശ്രേഷ്ഠമായ നാമങ്ങളാണ്. 99 നാമങ്ങളേ ഉള്ളൂ. 99 നാമങ്ങളേ ഉള്ളൂ. ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ ഫമൻ ഹസാഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ മനപ്പാഠമാക്കി വെക്കുന്നവരെ നിങ്ങൾക്ക് സ്വർഗ്ഗം പുൽകാൻ സാധിക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭാവിക്കര മഖാം റൂസിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് എത്രയോ രാഷ്ട്രീയക്കാരുണ്ട്, എത്രയോ തമ്പുരാക്കന്മാരുണ്ട്, എത്രയോ സിനിമാ നടന്മാരുണ്ട്, നടിമാരുണ്ട്, എത്രയോ പന്ത് കളിക്കാരുണ്ട്, ക്രിക്കറ്റ് കളിക്കാരുണ്ട്, ഫുട്ബോൾ കളിക്കാരുണ്ട്. അവരുടെ പേരുകൾ വളരെ ഈസിയായി പഠിച്ചു വെച്ചവരെ, അവരുടെ കുടുംബങ്ങളെ കുറിച്ച് അറിയുന്നവരെ, അവരുടെ സ്ഥലങ്ങളെ കുറിച്ച്, അവർ ജനിച്ചതാകുന്ന വർഷങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള മുസ്ലിമേ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയാകുന്ന സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ 99 നാമങ്ങൾ ശ്രേഷ്ഠമായ ചെറിയ ചെറിയ നാമങ്ങളാണ്. അതൊന്ന് ഹിഫ്ള് ചെയ്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്ത് മുസ്ലിമാണ്, പിന്നെന്ത് സുന്നിയാണ്? ഈ വർഷം ഇപ്പൊ ഭരിക്കുന്നതാകുന്ന രാഷ്ട്രീയക്കാരുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ പറയും.
ഇതിനു മുമ്പ് UDF-ന്റെ കാലഘട്ടത്തിൽ ആരായിരുന്നു? ഇപ്പം നിലവിലുള്ളതാകുന്ന നിങ്ങളുടെ നാട്ടിലെ MLA ആരാണ്? പഞ്ചായത്ത് മെമ്പർ ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ? കൗൺസിലർ എല്ലാം വിളിച്ചു പറയും. എല്ലാ പേരും നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല, താല്പര്യമില്ല. ദിവസം ഒരു 10 പേജ് വെച്ച് പഠിച്ചാൽ 10 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങ് പഠിക്കും. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ഉറക്കെ പറയും, പോരല്ലോ, ഒരു കട്ടി പറയും, ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല ഒരു തീരുമാനമാണ് നിങ്ങൾ റജബിൽ എടുത്തിരിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന എല്ലാ ചെറിയ ഏടുകളിലും ഉണ്ട്. ഒരു 10 പേജ് വെച്ച് ഇൻഷാ അല്ലാഹ് പഠിക്കാം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാർ യാ മുതകബ്ബിറു യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിറു യാ ഗഫാറു യാ ഖഹാർ. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗമുണ്ട് സഹോദര, സ്വർഗമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല. ആ പേരുകൾ വെച്ചുകൊണ്ട് ദുആ ചെയ്താലോ സുബ്ഹാനല്ലാഹ്, ദുആയിന് ഇജാബത്താണ്. എത്രയോ സഹോദര സഹോദരിമാരാണ് സങ്കടം പറയാറുള്ളത്. ഉസ്താദേ, ഞാൻ ദിക്ർ ചെല്ലുന്നവളാണ്, ഞാൻ റൂഹേ ബയാൻ മജ്ലിസിൽ പങ്കെടുക്കുന്നവളാണ്, ഞാൻ ഖുർആൻ ഓതുന്നവളാണ്, ഞാൻ സ്വലാത്ത് അധികരിപ്പിക്കുന്നവളാണ്, ഞാൻ ലാ ഹൗല ചെല്ലുന്നവളാണ്. പക്ഷേ എന്നെ ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടെന്ന് പറയുന്നവരെ, അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തിട്ട് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്ത് നോക്കണേ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിൻ്റെതാകുന്ന അതിശ്രേഷ്ഠമാകുന്ന 99 നാമങ്ങൾ ഹിഫ്ള് ചെയ്തുകൊണ്ട് പടച്ചറപ്പിനോട് കരമുയർത്തി ദുആ ചെയ്താൽ അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരുകയാണ്. നിന്റെ എല്ലാ കടക്കണികളിൽ നിന്നും പ്രയാസം നിനക്ക് തുറച്ചു നൽകുകയാണ്. സാമ്പത്തികമാകുന്ന ഭദ്രത അല്ലാഹു നൽകുകയാണ്. സാലിഹായ മക്കളെ അല്ലാഹു സമ്മാനിക്കുകയാ. എന്ത് വേണം സഹോദര, എന്ത് വേണം സഹോദരി? അല്ലാഹുവിന്റെ നാമങ്ങൾ ഹിഫ്ള് ചെയ്തുകൊണ്ട് അവനിലേക്കൊന്ന് കരമുയർത്തണേ. വിളിച്ചിട്ടൊന്ന് ദുആ ചെയ്ത് നോക്കി, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനാണ് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ആ പേര് വിളിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. മാഷാ അല്ലാഹ്, ഇന്ന് വരെ ദുആ ചെയ്തിട്ടില്ല. ഇക്കാലം അത്രയും 60ഉം 70ഉം വയസ്സെത്തിയിട്ട് ഇക്കാലം അത്രയും നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്തിട്ടില്ല. ചെയ്തു നോക്കിൻ സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് അറുതി കിട്ടും. അപ്പൊ അസ്മാഉൽ ഹുസ്ന ഹിഫ്ള് ചെയ്താൽ സ്വർഗം, അസ്മാഉൽ ഹുസ്ന വെച്ച് ദുആ ചെയ്താൽ ഇജാബത്ത്. എന്തുകൊണ്ട്? അതാണ് നമ്മുടെ വിഷയം. എന്താ വിഷയം? ഈ നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണെന്ന് ഖുർആൻ. അല്ലാഹു ബറക്കത്തുടയവനാണ്. ആയത്ത് നമ്മൾ ഓതി. ഈ നാമങ്ങളെല്ലാം ബറക്കത്താണ്. സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാൻ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. നിന്റെ റബ്ബിന്റെ മഹത്തമാകുന്ന നാമമാണ്, ബറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും ബറക്കത്തുള്ള നാമങ്ങളാണ്. അപ്പൊ അല്ലാഹു അവൻ തന്നെ അവന്റെ ദാത്തിനെ പരിചയപ്പെടുത്തി, അവനെ തന്നെ പരിചയപ്പെടുത്തിയത് എന്താണ്? ബറക്കത്തുള്ളവനാണ്. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ആയത്ത്. സൂറത്തുർ റഹ്മാനിൽ അവസാനത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഈ മഹത്താകുന്ന പേരുകളെല്ലാം ചേർത്ത് നിങ്ങൾ ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടും. എന്താ കാരണം? അല്ലാഹുവിൻ്റെതാകുന്ന നാമങ്ങളൊക്കെ ബറക്കത്തുള്ള നാമങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഹിഫ്ള് ചെയ്ത മറ്റുള്ള നാമം പോലെയല്ല, ബറക്കത്തുള്ള നാമം ഹിഫ്ള് ചെയ്തുകൊണ്ട് നിന്നെ പിടിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്താണ് ഈ നാമത്തിന് ഇത്ര പ്രത്യേകത? ബറക്കത്തുള്ള നാമമായതുകൊണ്ട് അത് മനഃപ്പാഠമാക്കിയാൽ വലിയ വിജയം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല, ശരിക്കും ശ്രദ്ധിക്കണേ.
ഈ ബറക്കത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കളിലും നിക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളിലും ഉണ്ട്. ഒരു നബി പോലും ഇല്ല ബറക്കത്തില്ലാത്ത, എല്ലാ നബിമാരും ഉണ്ട്. ഉദാഹരണത്തിന് ഒരു നബി എടുക്കും, ഈസാ നബി അലൈഹിസ്സലാം. ഖുർആൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചതാകുന്ന സംസാരത്തെ അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയാ വജഅലനി മുബാറകാ വജഅലനി മുബാറകാ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാ മാ ദുംതു ഹയ്യാ. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് തന്റെ ഉമ്മയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രസവിച്ച് ഇട്ടപ്പോൾ ആളുകൾ വന്നുകൊണ്ട് അപവാദം പറയുകയാണ്. ജനങ്ങൾ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന മഹദി അവറുകളെ കുറിച്ച് അപവാദ പ്രചരണം നടത്തുകയാണ്. മറിയമേ മറിയമേ, നീ എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്? നിന്റെ കുടുംബക്കാരിൽ ഒരാൾ പോലും ചെയ്യാത്ത നീചവൃത്തിയാണല്ലോ ചെയ്തത്. നിനക്ക് ഭർത്താവില്ലാതെ തന്നെ ഗർഭം ധരിച്ചല്ലോ, വ്യഭിചരിച്ചു പോയല്ലോ പെണ്ണേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഉപ്പയില്ലാതെ ഒരു കുട്ടിയെ ഈ ലോകത്തിന് സമ്മാനിക്കുകയാണ്. ഇനി ശാസ്ത്രലോകം അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് കടന്നു വന്നാൽ കൂടി, വാപ്പയുടെ ബീജത്തുള്ളിയില്ലാതെ കുട്ടിയെ ജനിപ്പിച്ചാൽ കൂടി, പരിശുദ്ധമായ ഖുർആൻ എക്കാലഘട്ടത്തിലും സുവ്യക്തമായി നിലകൊള്ളുകയാണ്. ശാസ്ത്രത്തെയും വിജയിച്ചുകൊണ്ട് ഖുർആൻ നേരത്തെ തന്നെ പ്രസ്താവിക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത് ഭർത്താവില്ലാതെയാണ്, ഉപ്പയില്ലാതെയാണ്. തന്റെ പോക്കത്തിന്റെ ഉള്ളിലൂടെ കടന്നു വന്ന ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ഊത്തങ്ങ് അല്ലാഹു നൽകുകയാണ്. ഫനഫഖനാ ഫീഹി മിൻ റൂഹിനാ, നമ്മുടെ ആത്മാവിൽ നിന്ന് പ്രിയപ്പെട്ടതാകുന്ന മറിയമിൻ്റെതാകുന്ന ഉദരത്തിലേക്ക് നാം ഒരു ഊത്ത് നൽകി എന്ന ഖുർആൻ അല്ലാഹു പറയുകയാണ്. ഗർഭവതിയാകുന്ന മഹദി അവറുകളെ കുറിച്ച് ആളുകൾ വന്നുകൊണ്ട് ആക്ഷേപം ചൊരിയുകയാണ്. മറിയമേ, നിന്റെ കുടുംബത്തിൽ ഒരാളും നടത്താത്തതാകുന്ന നീചവൃത്തിയാണല്ലോ നീ ചെയ്തു പോയിട്ടുള്ളത് മറിയമേ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചിട്ടതാകുന്ന കുഞ്ഞിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോ ആ കുഞ്ഞ് ലോകത്തോട് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ്. തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച 4 പേരിൽ പ്രമുഖനാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്. ആതാനിയൽ കിതാബ്, അല്ലാഹു അടുത്തിടെ തന്നെ എനിക്കൊരു കിതാബ് നൽകും. തീർന്നില്ല. വജഅലനി നബിയാ, അല്ലാഹു എന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുകയാണ്. വജഅലനി മുബാറകാ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയാകുന്ന ഈസാ എന്ന് പറയുന്ന പൊന്നുമോൻ പോലും, പ്രവാചകൻ പോലും വിളിച്ചു പറഞ്ഞത് അല്ലാഹുവിന്റെ ഖുർആനിൽ എടുത്തു പറയുകയാണ്. വജഅലനി മുബാറകാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ബറക്കത്തുള്ള കുട്ടിയാക്കി മാറ്റി. അതാണ് നമ്മുടെ വിഷയം. വജഅലനി മുബാറക, എന്നെ അല്ലാഹു ബറക്കത്തുള്ളവനാക്കി മാറ്റി. ഞാൻ തൊട്ടതൊക്കെ പൊന്നാവും. അങ്ങനത്തെ വ്യക്തിയാണ് ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഇത് ഈസാ നബിക്ക് മാത്രമാണോ? അല്ല, എല്ലാ നബിമാർക്കും ഉണ്ട്. ഒരാളെ പറഞ്ഞു എന്ന് മാത്രമേ. ഖുർആൻ മോജസല്ലേ, പറഞ്ഞ വാക്ക് വിശാലമായ അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരാളെ പറഞ്ഞു, ബാക്കിയുള്ളവരുടെയൊക്കെ ചരിത്രം നിങ്ങൾ പരിധിയാൽ മതി, ഒക്കെ ബറക്കത്തുള്ളവരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആണ് ഖുർആനിന്റെ പക്ഷം. പിന്നെന്തിനാ ഈസാ നബിയുടെ പറഞ്ഞത്? അത് പറയാതിരിക്കാൻ പറ്റൂല. പറയേണ്ട സാഹചര്യം വന്നു, കുട്ടി ആരുടേതാണെന്ന് ചോദ്യം വന്നു, ഇത് വിചാരത്തിലൂടെയാണെന്നൊക്കെ ഉള്ള ആക്ഷേപം വന്നു. അതുകൊണ്ട് അല്ലാഹു അത് വെളിവാക്കി കൊടുത്തു. ഞാനൊരു സാധാരണക്കാരനല്ല. വജഅലനി മുബാറകൻ, ഞാൻ പ്രവാചകനാണ്, എന്നെ ബറക്കത്തുള്ളവനാക്കി അല്ലാഹു മാറ്റി. ബറക്കത്ത്, ഭയങ്കര ബറക്കത്താണ് അമ്പിയാക്കൾ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്തിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു രേഖപ്പെടുത്തുകയാണ്.
ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞവത്രേ വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ബിഇذനില്ലാഹ് വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ് وأنبئكم بما تأكلون وما تدخرون في بيوتكم. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ ബറക്കത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വിശദീകരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്നെ സമൂഹത്തോട് പറഞ്ഞത് അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, കുഷ്ഠരോഗമുള്ള പാണ്ഡ്യരോഗമുള്ള വ്യക്തികളെ ഞാൻ ശിഫപ്പെടുത്തും. ഒന്ന് തടവിയാൽ മതി, പരിപൂർണമായ ശിഫ ലഭിക്കുകയാണ്. കുഷ്ഠരോഗവും പാണ്ടൊക്കെ പിടിച്ച, നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സോറിയാസിസ്, മാരകമാകുന്ന രോഗങ്ങളൊക്കെ ബാധിച്ച ആളുകൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തടവുകയുള്ളൂ, ഉടനെ ശിഫ. ഇത് കെട്ടുകഥയാ. ആരാ പറഞ്ഞത്? ഖുർആൻ. കെട്ടുകഥയാന്ന് വിശ്വസിച്ച ആ സെക്കൻഡിൽ കാഫിർ. അല്ലാഹു കാക്കുമാറാവട്ടെ. ഈസാ നബി തന്നെ പറയാ, എനിക്ക് അല്ലാഹു നൽകിയ കഴിവ് കുഷ്ഠരോഗമുള്ളവരെയും പാണ്ഡ്യരോഗമുള്ളതാകുന്ന മാറാവ്യാധികൾ പിടിപെട്ടതാകുന്ന ആളുകൾ ജനങ്ങളെ കണ്ടാൽ അറപ്പുളവാക്കി പുറകോട്ട് മാറി നിൽക്കുമ്പോ അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അവരെ ഞാൻ ചികിത്സിക്കും. ഞാനൊന്ന് തടവിയാൽ മതി. അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി, പടച്ചറബ് നൽകിയ കഴിവോടുകൂടി അവർക്ക് അല്ലാഹു ശിഫ നൽകുമേ എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ അത് കാരണം? കൈ ബറക്കത്താ, മൊത്തത്തിൽ ബറക്കത്താ. മുബാറക്കാന്നാണ് എന്നെ കുറിച്ച് പറഞ്ഞത് തന്നെ. അല്ലാഹു ബറക്കത്താക്കപ്പെട്ട വ്യക്തിയാണ് എന്നാണ് പറഞ്ഞത്. ബറക്കത്തുള്ള വ്യക്തിയാണെന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. വജഅലനീ മുബാറക, എന്നെ ബറക്കത്തുള്ളവനാക്കി അല്ലാഹു മാറ്റി. എന്ത് തൊട്ടാലും രക്ഷയാണ് അവർക്ക്. കാരണം നബിയാണ്, സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് മുഅ്ജിസത്താണ്, അമാനുഷികമായ കഴിവാണ്. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഴിവിനെ പറ്റി അല്ലാഹു വീണ്ടും ഖുർആനിലൂടെ പറയുകയാണ്. വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്, മരണപ്പെട്ട് ജീവച്ഛവമായി കിടക്കുന്നതായ ആളുകളെ, ഖബറിൽ കിടക്കുന്നവരെ പുനർജീവിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ജീവനിട്ട് കൊടുത്തിട്ടുണ്ടാര് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആനാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരാൾ മരിച്ചുപോയതിന് അടുത്ത് പോയിട്ട് അവനെങ്ങനെ തട്ടി വിളിച്ചാൽ മതി, ഈസാ നബി വിളിച്ചാൽ മതി. കൈയൊന്ന് തട്ടിയിട്ട് എഴുന്നേക്കണമെന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നവൻ എഴുന്നേക്കും. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. അതാ ഖുർആനാണ്. അതാണ് ഞാൻ ആയത്തോതി പറയുന്നത്. വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്. പക്ഷെ ഇതൊക്കെ ആര് നൽകിയ കഴിവാ? അല്ലാഹു നൽകിയ കഴിവാണ്. അതാണ് ബിഇذനില്ലാഹ്, പടച്ചറബിന്റെ കഴിവാണ്. അല്ലാഹു എനിക്ക് നൽകി. അതാണല്ലോ നമ്മുടെ സുന്നികളുടെ വിശ്വാസം. നമ്മൾ ഔലിയാക്കളെയും മഹാന്മാരെയും ഒക്കെ വിളിച്ച് ദുആ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ കാര്യം? വൈദി ശൈഖെ രക്ഷിക്കണേ, ഇഫായി ശൈഖെ രക്ഷിക്കണേ എന്ന് ദുആരക്കുന്നത് എന്തുകൊണ്ടാ? അവർക്ക് അല്ലാഹു നൽകിയ കഴിവ് കൊണ്ട് അവർ നമ്മളെ സംരക്ഷിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അല്ലാതെ അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മൾ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളാരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരവിശ്വാസം വെച്ച് പുലർത്തുന്നുമില്ല. അവർക്ക് ആര് നൽകിയ കഴിവാണിതൊക്കെ? മഹാന്മാരെ മഹാന്മാരാക്കിയത്, ഔലിയാക്കളെ വിലായത്തിന്റെ മർത്തബയിലേക്ക് അല്ലാഹു എത്തിച്ചത്, അമ്പിയാക്കൾ അവരുടെ മുഅ്ജിസത്തിൻ്റെതാകുന്ന കഴിവിലൂടെ, അമാനുഷികമാകുന്ന കഴിവിലൂടെ നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അല്ലാഹു നൽകിയ കഴിവ്, ആ കഴിവിലൂടെ നമ്മളെ അവർ സഹായിക്കും, ഉറപ്പാണ്. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് സുന്നത്ത് ജമാഅത്ത്. ഈ മഹാന്മാരുടെ അടുക്കൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, കാസർഗോഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നില്ലേ? ഈ ഉറൂസിനോട് ബന്ധിച്ചുകൊണ്ട് പ്രവാസ ലോകത്ത് നിന്ന് വന്ന ആളുകളില്ലേ? ഇവിടെ എത്തിയിട്ട് ദുആ ചെയ്യുന്നു, അവരുടെ പൊരുത്തം കിട്ടാൻ, മദത് കിട്ടാൻ, ഒരു ബറക്കത്ത് കിട്ടാൻ. അവരെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യുന്നു, അവരോട് നേരിട്ട് ചോദിക്കുന്നു. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? അവർക്ക് അല്ലാഹു കൊടുത്ത വലിയ സഹായമുണ്ട്, വലിയതാകുന്ന സൗരഭ്യം ആത്മീയ ലോകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഞങ്ങളെ സഹായിക്കണേ. അതാണ് തേട്ടം.
അല്ലാതെ അവർക്ക് സ്വന്തമായൊരു കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല നമ്മളാരും. അങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസം ഈമാൻ തെറ്റിപ്പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ അതിനാണ് ഇടയ്ക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്തൊന്ന് സ്ഥിരപ്പെടുത്തിയതാണ്, ഇടയ്ക്കൊന്ന് അതിൻ്റെ ഹിക്മത്തിൽ പറഞ്ഞതാണ്. ശരിക്കും ശ്രദ്ധിക്കും. കാരണം ഈ ആയത്ത് ബേസ് ചെയ്തിട്ട് നല്ലതുപോലെ പഠിക്കാൻ പറ്റും. അതിനാണ് ഈ പറഞ്ഞത്. ഇതാ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു. തീർന്നില്ല. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, وَأُنَبِّئُكُمْ بِمَا تَأْكُلُونَ وَمَا تَدَّخِرُونَ فِي بُيُوتِكُمْ. നിങ്ങൾ കഴിച്ചതാകുന്ന വസ്തുക്കളെ മുഴുവനും നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് പറയാനുള്ളതാകുന്ന തൗഫീഖ് അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും ഞാൻ വിളിച്ചു പറയുമേ എന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം നബി പറഞ്ഞത്. അള്ളാഹു പറയാ എന്താ പറഞ്ഞത്? കുലൂൻ, നിങ്ങൾ കഴിച്ചിട്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ നോക്ക്, നമ്മൾ നോക്കിയിട്ട് പറയും, ആ അജയരെ എന്തോ കഴിച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ഹത്തീബിച്ചാൽ നമ്മളൊക്കെ ചോദിക്കും, സാധുക്കളായ ആളുകൾ ചോദിക്കും. കാരണം ആ ലക്ഷണം കണ്ടിട്ട്, ക്ഷീണമൊന്നും ഇല്ലാതിരിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ കഴിച്ചിട്ടൊന്നും ഉണ്ടാവൂല. ഈസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ചവച്ചരച്ച് തിന്ന സാധനമാണെങ്കിലും 2 പൊറോട്ടയും മുട്ടക്കറിയും വയറ്റി കിടപ്പുണ്ട്, കാര്യം തുറന്നു പറയും. ഇതാ ഖുർആനാണ്, ഖുർആൻ പറഞ്ഞത്. അജിയാരെ വയറ്റിൽ നെയ്ച്ചോറ് കിടപ്പുണ്ടല്ലോ, ഒരു കോഴി കിടന്ന് ഓടുന്നുണ്ടല്ലോ അജിയാരെ എന്ന് വിളിച്ചു പറയും. കഴിച്ചിട്ടുള്ളത് വിളിച്ചു പറയും. കഴിക്കാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചവച്ചരച്ച് തിന്ന സംഭവമാണ്. അതിങ്ങനെ വയറ്റി നോക്കിയിട്ട് സ്കാൻ ചെയ്ത് പറയാൻ കഴിവുണ്ടായിരുന്നു ആർക്ക്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. നബിയാണ്, അള്ളാഹു കൊടുത്ത കഴിവാണ്. മാത്രമല്ല വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് വിളിച്ചു പറയും. അല്ലാഹ്, എ.ബി. അബ്ദുള്ള ഇങ്ങനെ കാണുമ്പോൾ പറയും, അലമാരിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വറാഡോ വാച്ച് ഇന്നടുത്ത് വെച്ചിട്ടുണ്ട്, മറൂഫ് ദാരിമി ഇന്ന സ്ഥലത്ത് 10,000 രൂപ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ വിളിച്ചു പറയും. ഓരോരുത്തരെ കാണുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കി പറയും. ആ കഴിവൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പിരിവെടുക്കാൻ നല്ല സുഖമാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞ ആചാര്യ അലമാരി ഇന്ന സ്ഥലത്ത് ഇന്നടുത്ത് ഇത്ര രൂപ വെച്ചിട്ടില്ലേ, ആകെ പെട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ബാങ്കിൽ ഇത്ര രൂപ വെച്ചിട്ടില്ലേ, വിളിച്ചു പറയും. കഴിവ് നിസാര കഴിവല്ല ഇത്. ഖുർആനാണ്. പൈസ മാത്രമല്ല, അരിയും ഗോതമ്പോ എന്ത് സാധനം വീട്ടിൽ വെച്ചിട്ടുണ്ടോ ഒക്കെ വിളിച്ചു പറയാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഈസാ നബിക്കുണ്ടായിരുന്നെന്നോ വിശുദ്ധമായ ഖുർആൻ. ഇത് എല്ലാ പ്രവാചകന്മാർക്കുള്ളൊരു കഴിവാണ്. ഈസാ നബിക്ക് പ്രത്യേകമായി വിഷയത്തിൽ അള്ളാഹു കൊടുത്തത് അള്ളാഹു എടുത്തു പറയാൻ. എന്താ കാരണം? വജഅലനി മുബാറക്കൻ, എന്നെ ബറക്കത്തുള്ള വ്യക്തിയാക്കി അള്ളാഹു മാറ്റി. ഇപ്പൊ പറഞ്ഞത് തൊടണമെന്നാണ് പറഞ്ഞത് അല്ലേ? ഈസാ നബി ഇങ്ങനെ തൊടണം, തല മുതൽ കാല് വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തടകുമ്പോൾ അവന്റെ രോഗം ശിഫയാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ചരിത്രത്തിൽ കാണാം, തൊടാതെ തന്നെ ബഹുമാനപ്പെട്ടവർ ശിഫപ്പെടുത്തിയിട്ടുണ്ട്. തൊടുന്നൊന്നുമില്ല, വന്നിങ്ങനെ നിന്നിട്ട് 2 കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഒരു സമൂഹത്തിന് ഒന്നടങ്കം രോഗം മാറ്റി കൊടുത്തു. ആര്? സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ്, പഠിക്കേണ്ടതാകുന്ന സംഭവമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പരിശുദ്ധമാക്കപ്പെട്ടതായ ആയത്തുൽ കുർസിയുടെ ഈ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ഹയ്യും ഖയ്യൂം എന്ന് പറയുന്ന വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ കൊണ്ടുവരുന്ന ഒരു ചരിത്രമുണ്ട്. പഠിച്ചു വെക്കണേ മുസ്ലിമേ, മുസ്ലിമത്തെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലയളവിൽ ജനങ്ങൾക്ക് വല്ലാതെ കുഷ്ഠരോഗം ബാധിക്കുകയാണ്. എല്ലാവർക്കും വല്ലാതെ വ്യാധി പടർന്നു വരുകയാണ്. നമ്മുടെ സമൂഹത്തിൽ കൊറോണ ബാധിച്ചതുപോലെ പഴയ കാലഘട്ടത്തിൽ 6000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലയളവിൽ ബഹുമാനപ്പെട്ടവരുടെ മുഅ്ജിസത്ത് വെളിവാക്കാനുള്ള അവസരം അല്ലാഹു നൽകുകയാണ്. ജനങ്ങൾ വന്നുകൊണ്ട് അവലാതിപ്പെടുകയാണ്, ഈസാ നബിയേ, ഈസാ നബിയേ, ഞങ്ങൾ വല്ലാതെ വിഷമത്തിലാണ്, പ്രയാസത്തിനാ, കാരണം ഞങ്ങൾക്ക് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരോട് ഒന്നടങ്കം എല്ലാവരും 2 മലകൾക്കിടയിലായി തടിച്ചുകൂടാൻ വേണ്ടി പറയുകയാണ്.
ചെയ്യുകയാണ്. ആളുകളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ഇമാം റാസി റളിയല്ലാഹു അൻഹു 70,000-ഓളം വരുന്ന ആളുകളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ആ ജനങ്ങൾ മുഴുവനും തമ്പടിച്ചു കൂടി നിൽക്കുമ്പോ ബഹുമാനപ്പെട്ടവരെ കടന്നു ചെല്ലുകയാണ്. മലയുടെ മുകളിലേക്ക് ചെന്ന് നിന്ന് അവരുടെ മുൻവശത്ത് നിന്നുകൊണ്ട് രണ്ട് കൈകളും ആകാശത്തിന്റെ അധിപനാകുന്ന പടച്ച റബ്ബിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ ലാ മറളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, ഇവർക്ക് രോഗം വേണ്ട റബ്ബേ, രോഗം വേണ്ട അല്ലാ, നീ പരിപൂർണമായി ശിഫപ്പെടുത്തണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് ശിഫ കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത് തീരണ്ട താമസം പരിപൂർണമായി കുഷ്ഠരോഗം അല്ലാഹു മാറ്റിയത്രേ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു കുറിക്കുന്നു രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഈസാ നബി ആരാണ്? വജഅലനി മുബാറകൻ, ബറക്കത്തുള്ള വ്യക്തിയാണ്. രണ്ടാമത്തത് ഇവിടെ ദുആ ചെയ്തത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന വാക്ക് വെച്ചിട്ടാണ്. യാ ഹയ്യു യാ ഖയ്യൂം എവിടെ ഉള്ളതാ? എന്തിനുള്ള വാക്ക്? അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും റിപ്പീറ്റ് പോയി. അള്ളാഹുവിന്റെ നാമങ്ങൾ എന്താണ്? ബറക്കത്തുള്ള നാമമാണ്. അത് ഉച്ചരിച്ച് ദുആ ചെയ്താൽ ഇജാബത്താണ്. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം, അതുകൊണ്ടാണ് ആയത്തുൽ കുർസിയൊക്കെ എപ്പോഴും ഓതണമെന്ന് പറയുന്നത്. ഭയങ്കര ശ്രേഷ്ഠതയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഈസുൽ മുഫസ്സിരീനാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ് യാ ഹയ്യു യാ ഖയ്യൂം ഇസ്മുൽ അഅ്ലമിൽപ്പെട്ട നാമമാണ്. അത് വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ ഇജാബത്താണ്, ഇജാബത്താണ്. ഇസ്മുൽ അഅ്ലം, മഹത്തമായ നാമം. മഹാന്മാരൊക്കെ ആ ദുആ എന്ത് ചോദിക്കുമ്പോൾ ഇന്നത് ചോദിച്ച് ഉത്തരം കിട്ടണമെന്ന് അവർക്കുണ്ടെങ്കിൽ അവരുടെ ദുആയിൽ ഇത് ചേർക്കുമെന്നാണ്. നിങ്ങൾ സൂഫിയാക്കളുടെ ദുആ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി, അവരിത് ചേർക്കുമെന്ത്? യാ ഹയ്യു യാ ഖയ്യൂം. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞ ദുആന് ഇജാബത്ത് കിട്ടാൻ ഈ യാ ഹയ്യു യാ ഖയ്യൂം എന്തിലുണ്ട്? അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അത് ഓതിയിട്ട് ദ്വാരക്കാൻ പറഞ്ഞ അതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളൊക്കെ പരാതി പറയാറുണ്ട്, ദ്വാന് ഇജാബത്ത് കിട്ടുന്നില്ല ഉസ്താദേ. ഞാൻ എപ്പോഴും ദ്വാരക്കും, ഒരുപാട് ഖുർആൻ ഓതും, ഒരുപാട് സ്വലാത്ത് ഇല്ല, ഒരുപാട് നിസ്കരിക്കും. ഈ അസ്മാഉൽ ഹുസ്ന ഒന്ന് ചൊല്ലി ഒരു 11 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചൊന്ന് ദുആ ചെയ്ത് നോക്കി, ഉറപ്പാണ് ഇജാബത്ത്. അതൊക്കെ ഭയങ്കര ബലാണ്. അതാണ് ഇപ്പൊ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ലാ മറളാ ലാ മറളാ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും നിലനിൽക്കുന്നവനുമായ അല്ലാഹുവേ, ഇവർക്ക് രോഗം വേണ്ട അല്ലാ, നീ ശിഫപ്പെടുത്തണേ അല്ലാ. ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് തീരണ്ട താമസം പരിപൂർണമായി ശിഫയാണ്, ശിഫയാണ്. എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ടവർ ബറക്കത്തുള്ള വ്യക്തിയാണ്. ബറക്കത്തുള്ളതാകുന്ന പ്രവാചകന് ബറക്കത്തുള്ളതാകുന്ന നാമങ്ങൾ വെച്ച് ബറക്കത്തുടയവനാകുന്ന അല്ലാഹുവിലേക്ക് ദുആ ചെയ്തപ്പോ അല്ലാഹു അവരിൽ ബറക്കത്ത് നൽകി. ആണ് മനസ്സിലാക്കേണ്ടത്. ബറക്കത്തുള്ള ഈസാ നബി അലൈഹിസ്സലാം ബറക്കത്തുള്ള യാ ഹയ്യു യാ ഖയ്യൂം എന്ന നാമം വെച്ച് ബറക്കത്തുടയവനാകുന്ന അല്ലാഹുവിലേക്ക് ദുആ ചെയ്തപ്പോൾ അല്ലാഹു ആ സമൂഹത്തിന് ബറക്കത്ത് നൽകി, ശിഫ കൊടുത്തു. ശരിക്കും ശ്രദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഇരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇടയ്ക്ക് അങ്ങോട്ടും തെറ്റിപ്പോയി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും വേറെ ആയത്തായിരിക്കും, പിന്നെ ഒന്നും തിരിയൂല. എങ്ങനെ ഇരിക്കാം? ഹാലും പറഞ്ഞ് എമ്മടിച്ച പോലെ ഇരിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഒരുപാടൊന്നും ഞാൻ നീട്ടൂല, വേഗം നമുക്കൊരു 10 മണിയാകുമ്പോൾ നിർത്താം, അധികം പോകണ്ടല്ലോ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നാല് റാഹത്താവും. ഉണ്ടോ? ബക്കറ്റ് ഉണ്ടോ? ഒന്ന് കൊണ്ടുവരും. ബക്കറ്റേ ഉള്ളൂ, 19 ബക്കറ്റ് ഉണ്ടല്ലോ. വേഗം കൊണ്ടോ. അവിടെ സ്വാഗത സംഘം ഓഫീസിലിരിക്കുന്ന കുട്ടികൾ, അവനെ ഒരു ബക്കറ്റ് കൊണ്ടോ, വേഗം കൊണ്ടോ. അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. നീയത്തുകൾ അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാവരും ഒരു സദക്ക കൊടുക്കും, അതും ഒരു ബറക്കത്തല്ല.
അതിലൂടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ألف الألف نظام مدح أعلى العالي عال أول سطور بسم الله بدأ القال قال لا إله إلا الله. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله. അല്ലാഹുവേ ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സ് നീ പരിപൂർണമായി ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഐശ്വര്യ സമ്പൂർണമാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്തിൽ നീ പരിപൂർണമായി ഖൈർ ബറകാത്തുകൾ ചൊരിയണേ അല്ലാ. ഇവിടെ വന്ന് ചേർന്ന സർവ്വ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള മഹാരഥരുടെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥാ. അവരുടെ പൊരുത്തത്തിലാക്കണേ അല്ലാ. അവരുടെ മദദിലും ഹിഫ്ദിലും ഹിമായത്തിലുമായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ അല്ലാ. സർവോപരി ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കലിമ ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കൊടുക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവിടെയും ഓടിക്കുക, ഇവിടെ ഓടിക്കുക. എല്ലാവർക്കും പുരുഷന്മാർക്കൊക്കെ ഇടാൻ കൊതിയായിട്ട് വയ്യ അല്ലേ? പിന്നെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും സദഖ സ്വീകരിക്കട്ടെ. കൊണ്ട് ഒരാളിവിടെ കൊണ്ടോ അബ്ദുൽ ഖാദിർ ഉസ്താദ് ഇതിൻ്റെ കൺട്രോൾ മൊത്തം. ഏത് റോളും എടുക്കും. ഓൾറൗണ്ടറാണ്. വിരാട് കോഹ്ലിയാണോ ഏതാണ്? കോഹ്ലി ബോൾ ചെയ്യത്തില്ലെന്ന് ഉടനെ അവൻ പറയാ. അങ്ങനെയുണ്ട്. ബക്കറ്റ് വെച്ചപ്പോൾ പിള്ളേർ അപ്പിയിടുന്ന മാത്രമേ കൊടുക്കുക. അങ്ങോട്ട് കൊടുക്കുക. എല്ലാവർക്കും പോട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കും. എല്ലാവരും ഒരു സദഖ കൊടുത്തു. ചെറിയൊരു സദഖ നമ്മുടെ കയ്യിലുള്ള അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. കുറച്ചേരോട് പറയാലോ അല്ലേ? 11 മണി അല്ലേ? എത്ര മണി വരെ പറ്റും? എനിക്ക് ഇന്ന് എറണാകുളം എത്തണം. രാവിലെ സുബൈക്ക് ലൈവ് അവിടെ എത്തിയിട്ട് വേണം ചെയ്യാൻ. എവിടെ എത്താൻ? കാറും പോകുന്ന വഴിക്കാവില്ല. റൂഹെ ബയാൻ മജ്ലിസ് നടത്തണ്ടേ? അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കും. ഇവിടെ ശ്രദ്ധിക്കും. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സദഖ കൊടുക്കുക. അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു ഈ സദസ്സിന് ദാനമാക്കുമാറാവട്ടെ. അവ ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകന്മാരെല്ലാം ബറക്കത്തുള്ളവരാണ്. അതിനാണ് ഒരൊറ്റ ഉദാഹരണം ഇപ്പൊ പറഞ്ഞത്. പ്രവാചകന്മാര് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. അവരുടെ അനുയായികൾ ബറക്കത്തുള്ളവരാണ്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. അവരുടെ അനുയായികൾ ബറക്കത്തുള്ളവരാണ്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയാണ്. 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 എല്ലാ പ്രവാച
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കിട്ടിയ വ്യക്തികളെ ചരിത്രത്തിൽ കാണാമല്ലോ. നബിയുടെ ബറക്കത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത് തന്നെ ദിവസങ്ങൾ വേണ്ടി വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മുഅ്ജിസത്ത്, അമാനുഷികമാകുന്ന കഴിവ് വെളിവാക്കിയ വ്യക്തിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഏതാണ്? സംസം. ഇപ്പോൾ നിലകൊള്ളുന്നില്ല. അതല്ല, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം, ഇപ്പോൾ നിലകൊള്ളുന്ന വെള്ളം സംസം വെള്ളമാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാമിസ്റ നൈരിൻ ثم باقي الأنهار. ഈ സദസ്സിൽ ഉസ്താദുമാരുണ്ട്, അവർക്കറിയാം. മഹല്ലി എന്ന് പറഞ്ഞ അവർക്കൊക്കെ അറിയാവുന്ന ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പേര് കൻസുർ റാഗിബീൻ എന്നാണ് ആ കിതാബിന്റെ പേര്. അതിന്റെ 1-ാം വാല്യം 18-ാമത്തെ പേജിൽ ഖല്യൂബി ഉമൈറ എന്ന് പറയുന്ന ഷറഹുണ്ട്. ആ ഷറഹിൽ ഞാൻ പണ്ട് മുത്തല്ലിമായിരിക്കുമ്പോൾ ഓതി പഠിച്ച ഒരു ബൈത്താണ്. അവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബൈത്തുണ്ട്. പക്ഷെ അവിടെ ഈ ബൈത്ത് കിടപ്പുണ്ട്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാമിസ്റ നൈരിൻ ثم باقي الأنهار. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹുദൈബിയയിലേക്ക് എത്തിയപ്പോ പ്രവാചകരും സ്വഹാബത്തും വല്ലാതെ പ്രയാസപ്പെടുകയാണ്, വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. 1500ഓളം വരുന്ന സ്വഹാബത്ത് മുത്തുനബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, നമ്മൾക്ക് കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, നമ്മളുടെ കാര്യങ്ങൾ നടത്താൻ ഒരൽപ്പം വെള്ളം പോലും ഇനിയില്ല റസൂലേ. വല്ലാതെ വിഷമം പറഞ്ഞതാകുന്ന പ്രവാചകരോട് അങ്ങ് സ്നാനം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ള വെള്ളം കൊണ്ടുവരാൻ മുത്തുനബി പറയുകയും ഒരു തോൽപാത്രത്തിൽ ഒരൽപ്പം വെള്ളവുമായി ഒരു സഹാബി കടന്നു വരികയും ചെയ്യുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകരം വെക്കാനില്ലാത്ത മനുഷ്യനല്ലയോ? ലോകത്തുള്ള സർവരും സ്നേഹിക്കേണ്ടത് ആ പ്രവാചകരെയല്ലയോ? അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ്, പരിശുദ്ധ ഹുബൈ ഹളറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്റെ വലത് കൈ ശറഫാക്കപ്പെട്ട വലത് കരം അതിലേക്ക് അങ്ങിടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വിരലങ്ങോട്ട് ഇട്ടപ്പോൾ വലത് കൈയുടേതാകുന്ന മുസബ്ബിഹ വിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുകയാണ്, നദി പോലെ ഒഴുകുകയാണ്. അത്ഭുതം കൂറിക്കൊണ്ട് സഹാബത്ത് നിലകൊള്ളുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കണേ സ്വഹാബ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കുടിക്കണേ, ആവശ്യമുള്ളത് നിങ്ങൾ വെള്ളം ഉപയോഗിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്ത് പറയുകയാണ്, അത്ഭുതം കൂറി ഞങ്ങൾ നിലകൊണ്ടു, പ്രവാചകരുടേതാകുന്ന കൽപ്പന ശിരസാവഹിച്ചു, വെള്ളം ഞങ്ങൾ ആവോളം എടുത്തു, വേണ്ടവരൊക്കെ കുടിച്ചു, കുളിച്ചു, വേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോ പ്രവാചകന്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളമങ്ങ് നിലയ്ക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളമായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. അന്ന് 1500 വരുന്ന സഹാബത്തിനത് കിട്ടിയെന്ന് അന്നൊരുമിച്ച് കൂടിയ സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അതാണ്, ബറക്കത്തുള്ള കൈ സ്പർശിച്ച വെള്ളം. അല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിന്റെ ഇടയിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം. അത് ഇന്നുണ്ടോ ഉസ്താദെ? ഇന്നില്ല, ഒരാളുടെ കയ്യിലും ഇല്ല, ഒരാളുടെ കയ്യിലും അവശേഷിപ്പില്ല. അത് അന്നുള്ള സ്വഹാബത്തിന് 1500 വരുന്ന സ്വഹാബത്തിന് അത് കിട്ടി, അവരത് കുടിച്ചു, അവർ ഒളൂ ചെയ്തു, കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. മാഷാ അല്ലാഹ്, ഇത്ര വലിയ സന്തോഷം അവർക്ക് കിട്ടിയ നേട്ടം സാരമാണ്. നബിയുടെ 2 വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ചത്. കാരണം ഈ മനുഷ്യൻ ആരാ? ഭയങ്കര വ്യക്തിയല്ലേ,
റഹ്മത്തുൽ ആലമീനല്ലേ, ലോകർക്ക് മുഴുവനും കാരുണ്യല്ലേ, ബറക്കത്ത് മുറ്റിയ മനുഷ്യനല്ലേ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബറക്കത്ത് പ്രവഹിച്ചു. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അതായി. പിന്നെ രണ്ടാമത്തെ ശ്രേഷ്ഠത രണ്ടാമത്തെ ശ്രേഷ്ഠത ഏതിനാണ്? സംസം വെള്ളത്തിന്. അതെന്താ കാരണം? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകന്റെ പാദം പതിഞ്ഞ സ്ഥലത്ത് നിന്നാണ് എന്ത് വന്നത്? സംസം വെള്ളം വന്നത്. അപ്പൊ ബറക്കത്തുള്ള കാലാണോ അല്ലയോ? ബറക്കത്തുള്ള കാലം. നിങ്ങൾ ചിന്തിക്കാൻ, അങ്ങനെ ചിന്തിച്ചാൽ തീരാത്ത അല്ലാഹുവേ പറഞ്ഞാൽ തീരൂല. പിന്നെയും ചരിത്രം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൻ്റെതാകുന്ന ഒരു മഹത്വം കൂടി അവിടെയുണ്ട്. ചിറക് വന്നിങ്ങനെ വന്ന് തുരന്നു എന്നുണ്ട്. ചിറക് വന്ന് അടിച്ചു, അതിങ്ങനെ തുരന്നു. അപ്പൊ അതും ബറക്കത്താണ്, മലക്കാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സയ്യിദുൽ മലായികയാണ്, മലക്കുകൾ വെച്ച് ഏറ്റവും വലിയ ഉന്നത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ. അദ്ദേഹത്തിന്റെ ചിറകിന്റെ സഹായം, അപ്പൊ ബറക്കത്താണ്. അതുകൊണ്ട് ആ വെള്ളം എന്തായി? ബറക്കത്തുള്ള വെള്ളമായി. നിലനിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം. ഏത് ലബോറട്ടറി കൊണ്ട് പരിശോധിച്ചാലും അതിനുള്ളതാകുന്ന കലോറി പോലെ ലോകത്ത് ഒരു വെള്ളവും എത്തിക്കൂല. എല്ലാവരും അത് സമ്മതിച്ചു. ഒരാൾക്ക് ഈമാൻ പുൽകാൻ ഇതിനേക്കാൾ വലുത് വേറൊന്നും വേണ്ട. ലക്ഷക്കണക്കിന് ടൺ കണക്കിനാണ് വെള്ളം ഇങ്ങനെ പ്രവഹിച്ച് ലിറ്റർ കണക്കിന് കൊണ്ടുപോവാൻ, ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കാൻ തീരുന്നില്ല. പോയിട്ടില്ലേ? ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ട്? മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. പോകാത്തവർക്കെല്ലാം അല്ലാഹു പുണ്യഭൂമിയിൽ എത്താൻ തൗഫീഖ് നൽകട്ടെ. ഉറക്കെ ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ റജബിന്റെ മഹാത്മ്യം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാതെ ഉംറ നിർവഹിക്കാതെ ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ നാഥാ. നീ ഞങ്ങൾക്കതിന് മഹാസൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഒക്കെ പോയൊന്ന് കാണണ്ടേ സഹോദരങ്ങളെ, ആസ്വദിക്കണ്ടേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവും. ബറക്കത്തുള്ള വെള്ളം അതിങ്ങനെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക, ലിറ്റർ കണക്കിന് കുടിക്കൂല. ചിലർ 5 ലിറ്റർ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പോയി നോക്കിയാൽ അതിന്റെ പകുതി ഇപ്പോഴും ഉണ്ട്. 3-4 ലിറ്റർ ഇപ്പോഴും ബാക്കിയുണ്ട്. വാപ്പ മരിച്ച് ഇപ്പം മരിക്കുമെന്ന് കാണുമ്പോഴത്തേക്കൊണ്ട് ചുണ്ടിലിങ്ങനെ കൊണ്ടുവന്ന് തുണിക്കകത്ത് പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക, ചുണ്ടിങ്ങനെ വെളുപ്പിച്ചു കൊടുക്കുക. എന്ത് കാര്യം? എന്നിട്ട് പറയും ഉസ്താദെ കുടിക്കുന്നില്ല. പാപ്പാക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് 1 ഗ്ലാസ് പൂർത്തിയായി കൊടുത്തിരുന്നെങ്കിൽ പുള്ളി മരിക്കത്തില്ലായിരുന്നു, എഴുന്നേറ്റിരുന്നാൽ. അത് ചെയ്യൂല. ഇതാണ് ഇന്നത്തെ തലമുറ. ഞാൻ പറഞ്ഞത് ശരിയല്ല. ഈ അടുത്ത കാലത്ത് 1 ഗ്ലാസ് പൂർത്തിയായി കുടിച്ചവർ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. നമ്മുടെ വീട്ടിൽ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിലും കുടിക്കൂല. ഇപ്പൊ പരീക്ഷ വരെയാണ്, SSLCയുടെ പരീക്ഷ വരെയാണ്. ആ സംസം വെള്ളം ഒന്ന് മക്കളുടെ കയ്യിലെടുത്തിട്ട് കിബിലയ്ക്ക് നേരെ അഭിമുഖമായിരുന്ന് തലമറച്ച് നല്ല നിയ്യത്തോടുകൂടി ഒന്ന് കുടിച്ചു നോക്കിയേ. പരീക്ഷയിൽ ഉന്നത വിജയം വേണം, ഓർമ്മശക്തി വേണം, ചിന്താശക്തി വേണം, പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കണം, നല്ലതുപോലെ പരീക്ഷ എഴുതാനുള്ള ഖുവ്വത്ത് വേണം. ഒന്ന് കുടിച്ചു നോക്കിയേ. എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് കുടിച്ചോ സംസം വെള്ളം കൊണ്ട് ഹാസിനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ സാധനം വീട്ടിലിരിപ്പുണ്ട്, സ്പോട്ടിൽ ഇരിക്കുകയാണ് ഐറ്റം. പക്ഷെ ഇതെന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അത് ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ചെയ്തോ? പരീക്ഷയ്ക്ക് എഴുതുന്ന മക്കൾ, SSLC +2 ഒക്കെ പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ ഡെയിലി ചെറുതായിട്ടൊന്ന് കുടിച്ചോ. ചെറിയ മക്കളുണ്ട്, 1 സ്പൂൺ വീതം കൊടുക്കില്ല. അത് വളരെ മഹത്താ. വെറുതെ കുടിച്ച് തീർക്കണ്ട, പക്ഷെ ആവശ്യത്തിന് ചെയ്യണം. പ്രായമുള്ള വാപ്പാവും ആഫിയത്തിന് വേണ്ടി, സിഹത്തിന് വേണ്ടി പ്രയാസമുണ്ട്, വലിയ വലിയ രോഗമുണ്ട് ഉമ്മമാർക്ക്, നിയ്യത്ത് വെച്ച് കുടിക്കൻ. കുടിച്ചതിന് ശേഷം വീണ്ടും ദുആ ചെയ്യാൻ, ഇജാബത്താണ്. സംസം വെള്ളം കുടിച്ചതിന് ശേഷം ദുആ ഇരുന്നാൽ ഇജാബത്താണ്. ഇപ്പൊ സമയമില്ല അതിൻ്റെയൊക്കെ മഹത്വം. അത് മാത്രം ഒരു വിഷയം വെച്ചാൽ അത് തന്നെ പറയേണ്ടി വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ രണ്ടാമത്തെ ശ്രേഷ്ഠതയുള്ള സംസം വെള്ളമാണ്. 3 കൗസർ, ഹൗദുൽ കൗസർ 3-ാം സ്ഥാനമാണ് വെള്ളത്തിന്റെ വിഷയത്തിൽ. അതെന്താ 3-ാം സ്ഥാനമായത്? അത്രേ ഉള്ളോ? അപ്പൊ സ്വർഗത്തിലെ വെള്ളം 3-ാം സ്ഥാനമേ ഉള്ളോ? അങ്ങനെ ചിന്തിക്കണ്ട. 1-നും 2-നും മഹത്വം വരാൻ കാരണം, 1 മുത്തുനബിയുടെ വിരലിന്റെ ഇടയിൽ നിന്ന് പ്രവഹിച്ചു, ശരീരത്തിൽ നിന്ന് പ്രവഹിച്ചു. രണ്ടാമത്തത് പ്രവാചകൻ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പ്രവഹിച്ചു, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, സംസം വെള്ളം. 3-ാമത്തത് ഇവരുടെ ശരീരത്തിൽ നിന്ന് സ്പർശിച്ചുണ്ടായതല്ല, അത് ഇവർക്ക് നൽകിയതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവരുമായിട്ട് ശരീരത്തിൽ മുട്ടിയിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു കൊടുത്തതാണ് ഹൗദുൽ കൗസറാർക്ക്, മുത്തുനബിക്ക്. അതുകൊണ്ട് സ്ഥാനത്തിന്റെ വിഷയത്തിൽ 3-ാം സ്ഥാനം.
മറ്റത് തൊടലുകൊണ്ടുണ്ടായ ബറക്കത്താണ്. പക്ഷേ ടേസ്റ്റ് ഇതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഏതിന്? ഹൗദുൽ കൗസർ. അല്ലാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അതിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദാഹം ഉണ്ടാവൂല, വിശപ്പും ഉണ്ടാവൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അഹ്ലാ മിനൽ അസലി വഅബയളു മിനൽ ലബനി. ഹൗദുൽ കൗസർ നിസാരമായി കാണല്ലേ, സ്വഹാബത്തെ കാണല്ലേ, തേനിനേക്കാൾ മധുരമാണ്, മാധുര്യമാണ്. വഅബയളു മിനൽ ലബനി, പാലിനേക്കാൾ തെളിച്ചമാണ്, വെണ്മയാണ്. മൻ ശരിബ മിൻഹാ ലം യളമ ബഅദഹാ അബദാ. ആരൊരുവൻ അതിൽ നിന്ന് അല്പം കുടിച്ചിട്ടുണ്ടോ, ഒരു കവിളുത്തടം കുടിച്ചിട്ടുണ്ടോ, പിന്നീട് ഒരിക്കലും ദാഹം അവൻ ഉണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത്ര മഹത്വമാണത്. പക്ഷേ ശ്രേഷ്ഠത നോക്കുകയാണെങ്കിൽ 3-ാം സ്ഥാനം. അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയതാണ്. 4-ാമത്തത് ഇതൊക്കെ പഠിച്ചു വെച്ചോണം. വെള്ളങ്ങളിൽ നിന്ന് ശ്രേഷ്ഠമായ, ഏറ്റവും നല്ല ശ്രേഷ്ഠമായ വെള്ളം ഇന്നില്ല. അത് മുത്തുനബിയുടെ മുഅ്ജിസത്ത് മുഖേന അവിടുത്തെ ശറഫാക്കപ്പെട്ട കരത്തിലൂടെ പുറത്തു വന്നത്. 2-ാമത്തത് സംസം വെള്ളം, 3-ാമത്തത് ഹൗദുൽ കൗസർ, 4-ാമത്തത് ഫമിസ്റ നൈൽ, നൈൽ നദിയിലെ വെള്ളം. ശ്രേഷ്ഠത വിഷയത്തിൽ 4-ാം സ്ഥാനം അതാണ്. എന്തുകൊണ്ട്? അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയെ കൊണ്ട് നടന്നത് ഏതാണ്? തഴുകി തലോടി നടന്ന വെള്ളം ഏതാണ്? നൈൽ നദി വെള്ളമാണ്. ബറക്കത്തായത്. സുമ്മ ബാഖിൽ അൻഹുറു, പിന്നെ ലോകത്തുള്ള എല്ലാ നദികളും ഒരേപോലെയാണ്. ബോവിക്കാനത്ത് കുഴിച്ചാലും ഒരേപോലെ, ഭാവിക്കരെ കുഴിച്ചാലും ഒരേപോലെ, തളങ്കരെ കുഴിച്ചാലും ഒരേപോലെ, എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് കുമ്മനത്ത് കുഴിച്ചാലും ഒരേപോലെ. എല്ലാ വെള്ളവും പിന്നെ സമമാണ്. ചിലപ്പോൾ നിറവ്യത്യാസം ഉണ്ടാവും, ചൊവ്വയുണ്ടാകും, ഒക്കെ ഉണ്ടാകും, കലർപ്പുണ്ടാകും. പക്ഷെ എന്താണ്? ശ്രേഷ്ഠതയുടെ വിഷയത്തിലൊക്കെ ഒരേപോലെ എന്ന് അയിമ്മത്തുള്ള രേഖപ്പെടുത്തുക. അപ്പൊ ഈ പറഞ്ഞ 4 വെള്ളവും എല്ലാം പ്രവാചകന്മാരിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് ബറക്കത്തുണ്ടായത്. മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ ബറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. ഇത് നേടിയെടുക്കാനായി ദ്വാരെന്ന് പറയുന്നത്. ഇത് കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഈ ബറക്കത്ത് കിട്ടിയാൽ നേരത്തെ ഈസാ നബിയുടെ കാര്യം പറഞ്ഞ പോലെ തൊട്ടത് പൊന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ആ ദുആയുടെ കാഠിന്യം മനസ്സിലായി. അപ്പൊ ചെയ്താൽ കിട്ടും, ഗുണമുണ്ടെന്ന് മനസ്സിലായി. മനസ്സിലാക്കാനാണ് ഇതൊക്കെ പറഞ്ഞത്. അല്ലാഹു ബറക്കത്തുടയവനാണ്, അവന്റെ പേരുകൾ ബറക്കത്തുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ദീനി ദഅവത്തിന് വേണ്ടി അയച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ബറക്കത്തുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ എവിടെ ഇറങ്ങാനും ദുആ ഇറക്കുന്നത്. എന്താ? അല്ലാഹു എന്നെ ബറക്കത്തുള്ള സ്ഥലത്ത് ഇറക്കണേന്ന് ദുആ ഇറങ്ങുന്നത്. ഖുർആൻ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകാ, റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ ബറക്കത്തുള്ള സ്ഥലത്ത് നീ ഇറക്കണേ അല്ലാഹ്. ദീനി ദഅവത്തിന് വേണ്ടി ഞങ്ങളെ ഇറക്കുമ്പോ ഖൈറായ മഖാമിൽ ഇറക്കണേ അല്ലാഹ്. മനസ്സിലാക്കണം. നല്ല സ്ഥലത്ത് ഇറക്കണേ. ഒരാൾ യാത്ര പോയിട്ട് ഇറങ്ങാൻ നേരത്ത് ഈ ആയത്ത് ഓതണമെന്നാണ് അയിമ്മത്തുകൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കണ്ടോ, അവരുടെ ദുആ തന്നെ അതാ, അൻസിൽനി മുൻസലം മുബാറക്കൻ, ബറക്കത്താക്കപ്പെട്ട സ്ഥലത്തേക്ക് എന്നെ ഇറക്കണേ അല്ലാഹ്. അങ്ങനെ ദ്വാരക്കാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രവാചകന്മാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് എന്ത്? എവിടെയാ? ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം. അതുകൊണ്ട് അല്ലാഹു എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറകനാ ഹൗലഹു.
പവിത്രമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുണ്യമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ അല്പസമയത്തെ പ്രയാണം നടത്തിയതാകുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. റജബ് 27-ാം രാവിൽ ഇസ്റാ മിഅ്റാജ് നടന്നില്ലേ? പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു ഇസ്റാ നടത്തിയില്ലേ? പ്രയാണം നടത്തിയില്ലേ? രാത്രി അല്പസമയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകനെ ഈ പ്രയാണം നടത്തിയില്ലയോ? ആ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് അല്ലാഹു പറയുകയാ, പലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ നിസാരമായി കാണല്ലേ, കാണല്ലേ. അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ പരിസരം മുഴുവനും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു പറയാ, മഹാന്മാരുടെ മസാറ് കൊണ്ട്, മഹാന്മാരുടെ പാദസ്പർശം കൊണ്ട് എല്ലാ അമ്പിയാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് തന്നു. റജബ് 27 എവിടെ? മസ്ജിദുൽ അഖ്സയിൽ 2 റക്അത്ത് നബി തങ്ങൾ അവിടെ നിസ്കരിച്ചതിന് ശേഷമാണ് യാ അല്ലാഹ് സലാം പറഞ്ഞ ആകാശത്തേക്ക് കയറി. മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് എന്നൊരു വിഷയം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കണം നിങ്ങൾ. അപ്പം അത് പറയാൻ നമ്മയില്ല, അർത്ഥത്തിൽ പറയേണ്ട വിഷയമാണ്. ഇപ്പം എന്തിനാ പറഞ്ഞത്? റജബിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഇത് പറഞ്ഞാലേ നിങ്ങൾ ഇനി ശരിക്കും ദ്വാരക്കുള്ളൂ. ഇത് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അച്ഛൻ ഇനി സമയമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ബറക്കത്ത് മുറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, അത് വെറുതെ തള്ളിക്കളയേണ്ട കാര്യമല്ല. അതിനുകൊണ്ടാണ് എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ആ ഉസ്താദിനെ കണ്ട് ബറക്കത്ത് എടുക്കാനാണ്, അല്ല ഇന്ന ആളെന്ന് കാണാനാണ്, ഇന്ന മസാറി വന്നതിനാ ബറക്കത്ത് എടുക്കാനാണ്. പറയലില്ലേ? അത് നിസ്സാരമല്ല എന്നായി പറഞ്ഞല്ലോ. അത് നമ്മൾ തമാശയാക്കൽ, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ബറക്കത്തുള്ള വ്യക്തിയെ പോയി തൊടുക, ബറക്കത്താണ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു തആല അൻഹു, ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഉസൈദ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി രാത്രിയിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരുട്ടാണ്. ഇരുവരും സ്വഹാബി വര്യനാണ്. ഉമൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാതെ കൂരിരുട്ട് ബാധിച്ചപ്പോ ഞാൻ എൻ്റെ വലത് കൈ ഉയർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രകാശിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരനാകുന്ന ഉസൈദിന്റെ വീട്ടിൽ നിന്ന് ഞാനതാ പരിഭൂമിയിലൂടെ മദീനയിലോ തെരുവിലൂടെ എൻ്റെ വീട്ടിലേക്ക് ആ പ്രകാശത്താൽ നടക്കുകയാണ്. ആളുകൾ അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുകയാണ്, യാ ഉമൈർ കൈഫാ വ കൈഫാ, എങ്ങനെയാണ് സാധിക്കുന്നത് ഉമൈറേ? നിന്റെ കൈ എങ്ങനെ പ്രകാശിക്കാനുള്ള കാരണമെന്താണ്? ഉമൈർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറയുകയാ, മാ മസിസ്തു ബിയമീനി ബിദകരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടത് കൈയിലേക്ക് എൻ്റെ ഈ വലത് കൈ ഞാൻ ചേർത്തതാണ്. ആ പ്രവാചകന്റെ കൈയിലേക്ക് എൻ്റെ കൈ ഞാൻ ചേർത്ത് വെച്ചതാണ്. ആ പ്രവാചകനെ കൊണ്ട് ഞാൻ ബൈഅത്ത് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ കൈക്ക് പിടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ഞാൻ എൻ്റെ ഷഹാദത്ത് കലിമ പുതുക്കിക്കൊണ്ട് പറഞ്ഞു അത്രേ, നബിയേ തങ്ങളെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുന്നു റസൂലേ, തങ്ങളെ തീർച്ചയായും ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പ് പിടിക്കും, തങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഈ വലത് കൈ കൊണ്ട് എൻ്റെ ജനനേന്ദ്രിയത്തിൽ, എൻ്റെ ലൈംഗിക അവയവത്തിൽ ഇന്ന് വരെ സ്പർശിച്ചിട്ടേ ഇല്ല. അന്ന് മുതൽക്ക് എൻ്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. കാരണം പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയല്ലയോ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്റെ കൈ എൻ്റെ കയ്യിലേക്കൊന്ന് തട്ടിയപ്പോ ആ പ്രകാശത്തിൻ്റെതാകുന്ന അനുരണങ്ങൾ എൻ്റെ കയ്യിലേക്ക് കടന്നു വരുകയാണ്. മാമസിസ്തു ബിയമീനി ബിദകരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി തങ്ങളെ ബൈഅത്ത് ചെയ്തതിന് ശേഷം എൻ്റെ ഈ വലത് കൈ കൊണ്ട് എൻ്റെ ജനനേന്ദ്രിയത്തിൽ സ്പർശിക്കാതിരുന്നത് കൊണ്ട് ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചത് കാരണത്താൽ എൻ്റെ കൈ എങ്ങനെ പ്രകാശിക്കുമെന്ന് അദ്ദേഹം ലോകത്തോട് പറയുകയാണ്. എന്താ കാരണം? ഇത് തൊടേണ്ടവരെ തൊട്ടു, അപ്പൊ കൈ പ്രകാശിച്ചു. നമ്മൾ തൊടേണ്ടവരെ തൊട്ടിട്ട് കൈ ഇങ്ങനെ താഴെ വെച്ചോണ്ട് നടക്കുക, ഒരു പ്രകാശവും ഇല്ല, ഒന്നുമില്ല, ഉള്ളതും കൂടെ അണഞ്ഞ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അതാണ് ബറക്കത്ത് മുറ്റിയ ആളെ തൊട്ടു. ആരായി മനുഷ്യൻ, ആരായി വ്യക്തി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐഷാ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഞാനിതാ നിലത്ത് വീണ സൂചി ഇങ്ങനെ തട്ടുകയാണ്. തയ്ച്ചുകൊണ്ടിരുന്ന സൂചി നിലത്തേക്ക് വീണു പോയിരിക്കുകയാണ്. ഫദഖല അലയ്യ റസൂലുള്ളാഹ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ റൂമിനുള്ളിലേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാ. ആ പ്രവാചകൻ കടന്നു വന്നപ്പോ പ്രവാചകന്റെ ശരീരത്തിൽ നടിച്ചു വീശിയ പ്രകാശം നിമിത്തമായി നിലത്ത് കിടന്ന സൂചി ഞാൻ കണ്ടെടുത്തു എന്ന് ആയിഷാ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. മുഴുവൻ പ്രകാശം. നമ്മളാണെങ്കിലോ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ ഇതുപോലെ സൂചി തപ്പിക്കൊണ്ടിരിക്കുക. ആകെ പ്രകാശം വരുന്ന ഒരു വഴിയാണ് ഏത്? വാതിലുകൾ, ജനലുകൾ. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ പറയും, എൻ്റെ പൊന്നെ ആചാര്യ ഇവിടെ തപ്പി മടുത്തിട്ടിരിക്കുക, ഒന്നാ കരണ്ടും ഇല്ല, ഒന്ന് മാറിയിരിക്കുക, ഫുള്ള് ഇരുട്ട്, ഊരാക്കൂരിരുട്ട്, നിങ്ങൾ വരണ്ടായിരുന്നു. പ്രകാശം വരുന്ന വഴിയാണ് ഏത്? വാതില്. ആ വാതിലൂടെ ആര് കടന്നു വന്നു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉള്ള പ്രകാശം അടയുവാണോ? എന്താ ഉണ്ടായത്? പ്രകാശം കൊണ്ട് ഞാൻ കണ്ടെടുത്തു. ശരിക്കും തലകൊടുത്ത് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുള്ള വ്യക്തിയുടെ കൈ ഒന്ന് തട്ടിയപ്പോ എൻ്റെ കൈ വല്ലാതെ പ്രകാശിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് ശ്രദ്ധിച്ചു. എന്ത്? എൻ്റെ ജനനേന്ദ്രിയത്തിലേക്ക് കൊണ്ടുപോകാതെ. കഴുകേണ്ട അവസ്ഥ വരുമ്പോൾ ഇടത്തെ കൈ ഉപയോഗിക്കുള്ളൂ, വലത്തെ കൈ ഞാൻ ഇന്ന് വരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല, ഒരു കാര്യത്തിനും കൊണ്ടുപോയിട്ടില്ല. നബിയെ ബൈഅത്തിന് ശേഷം, നബിയെ തൊട്ടതിന് ശേഷം. അതാ ഞാൻ പറഞ്ഞത്. എന്താ കാരണം? അമ്പിയാക്കൾ എന്താണ്? ബറക്കത്തുള്ളവരാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അമ്പിയാക്കൾ മാത്രമല്ല, അമ്പിയാക്കൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുള്ളതാകുന്ന സ്വഹാബത്തും ബറക്കത്തുള്ളവരാണ്. സൂറത്ത് യാസീൻ പരിശോധിച്ച് നോക്കിൻ. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യന്മാരാകുന്ന ബുത്രുസ്, മത്താ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് അതിൽ പറയുന്നത്. യാസീൻ എന്ന സൂറത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളാകുന്ന ബുത്രുസ്, മത്താ റളിയല്ലാഹു അൻഹു, പത്രോസ്, മത്തായി എന്ന് ക്രൈസ്തവർ വിളിക്കുന്നതായ ബുത്രുസ്, മത്താ റളിയല്ലാഹു അൻഹു വലിയ മഹാന്മാരാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഈസാ നബിയുടെ ശിഷ്യന്മാരാണ്, അൻസ്വാരികളിൽപ്പെട്ട ആളുകളാണ്. അവര് വന്നുകൊണ്ട് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്നതാകുന്ന അന്താക്കിയയിലുള്ളതാകുന്ന വലിയ പ്രായം ചെന്നതാകുന്ന മനുഷ്യൻ്റെതാകുന്ന മകൻ, 24 വയസ്സുള്ളതാകുന്ന മകൻ, തീരെ സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന കുട്ടിക്ക് ബുത്രുസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വലതു മുതൽ ഇടത് വരെ ഇങ്ങനെ കാല് വരെ ഇങ്ങനെ തടവി എന്നാണ് ചരിത്രം. ഒറ്റ തടകലോടുകൂടി തടന്നു നിൽക്കുന്ന കുട്ടി എഴുന്നേറ്റിരുന്നു, നടന്നു, വാപ്പ ഉമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി, അവൻ ഓടാൻ തുടങ്ങി. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മനുഷ്യൻ, ബഹുമാനപ്പെട്ടവർ പ്രായമുള്ള ആ വ്യക്തി ബുത്രുസ് മത്താ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. ഇതാണ് സൂറത്ത് യാസീനിലെ ചരിത്രം. ഇപ്പം അത് വിശദീകരിക്കുന്നില്ല, അതും യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അതിലേക്ക് പോയാൽ സമയം പോകും. യാസീനൊക്കെ ചുമ്മാ ഓന്നല്ലാതെ ഇന്ന് വരെ അതിൻ്റെ ചരിത്രം പഠിക്കാത്ത കൗമായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. ഖുർആനിലെ ചരിത്രം പഠിക്കണം. ഖുർആനിൽ 100% അഖ്ബാറുകളാണ്, നല്ല നല്ല ചരിത്രങ്ങളാണ്. 10% അഹ്കാമുള്ളൂ. നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യ്, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ കൽപ്പന നിരോധന ക്രിയകൾ കൊണ്ട് അള്ളാഹു 10% ഹുക്കുമുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്, വിധികൾ. ബാക്കി 90% ഖുർആനിൽ എന്താണുള്ളത്? എന്താണ്? നല്ല ചരിത്രങ്ങളാണ്. ഖുർആനിൽ നല്ല ചരിത്രങ്ങളാണ്, പഠിക്കണം. അതിൽ യാസീനിൽ പറഞ്ഞ ചരിത്രമാണിത്. അവ തൊടലോടുകൂടി തടവലോടുകൂടി അള്ളാഹു ശിഫ കൊടുത്തു. ആരാണ് ഇവിടെ തടവിയത്? ഈസാ നബിയാണോ? നേരത്തെ പറഞ്ഞത് ഈസാ നബിക്ക് കഴിവുണ്ടെന്നാണ്. ഈസാ നബി അല്ല. യാസീനിൽ പറയുന്നു ഈസാ നബിയുടെ ശിഷ്യന്മാർ ബുത്രുസും മത്താ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കൂടി ശിഫപ്പെടുത്തി. ഹബീബുൻ നജ്ജാറിന്റെ മകൻ. അങ്ങനെ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന വ്യക്തി അവരെ കൊണ്ട് വിശ്വസിച്ചു. റളിയല്ലാഹു അൻഹു ഉന്നതനായ വ്യക്തിയായി നാട്ടുകാരിലേക്ക് മൂവരും പ്രബോധനത്തിനിറങ്ങി. നാട്ടുകാർ ഹബീബുൻ നജ്ജാറിനെ ക്രൂശിച്ചു. അദ്ദേഹം മരണപ്പെട്ടു പോയ ചരിത്രമാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നത്. വലിയ വിലായത്തുള്ള വ്യക്തിയായി അല്ലാഹു മാറ്റി. ആരെ? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഇവരോടൊപ്പം സഹവസിച്ച കാരണത്താൽ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പവർ കൂടിയവരോടൊപ്പം നടക്കുമ്പോൾ പവറിന്റെ എനർജി കൂടുകയാണ്. അതുകൊണ്ടാണ് നബിയെ കണ്ടവർക്ക് സ്വഹാബി എന്ന് വരാൻ കാരണം. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, ഭയങ്കര പവർ കൂടുകയാണ്.
അതിനുശേഷമുള്ളവർക്ക് അതിനനുസരിച്ചേ ഉള്ളൂ താബീയങ്ങൾ, അതിനുശേഷമുള്ളവർക്ക് അതിനനുസരിച്ചേ ഉള്ളൂ തബഉ താബീയങ്ങൾ, അതിനുശേഷമുള്ളവർക്ക് അതിനുശേഷമേ ഉള്ളൂ അയിമ്മത്തുകൾ, അതിനുശേഷമുള്ളതാകുന്ന വിലായത്തിന്റെ മർത്തബയെത്തിയവർ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ പരമ്പര പോരുക, കണ്ണിമുറിയാതെ അത് നമ്മുടെ ഉസ്താദുമാരിലേക്ക് വന്നെത്തുക. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉസ്താദുമാരെ വലിയ വലിയ ആലിമീങ്ങളെയൊക്കെ കാണുമ്പോൾ അവരുടെ കൈക്ക് നമ്മൾ പിടിക്കാൻ പോകും അല്ലെ. സമസ്തയുടെ വലിയ പണ്ഡിതന്മാർ മഹാന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ കൈക്ക് പിടിക്കും, സയ്യിദന്മാരെ കാണുമ്പോൾ കൈക്ക് പിടിക്കും. ചിലർക്ക് ഇങ്ങനെ ഒരു അലർജിയുണ്ട്, അലർജി ഉള്ളവൻ അലർജി അടിച്ചിരുന്നു. മറ്റേത് കണക്ഷനാണ്. ഈ തൊടൽ ഇത് അദ്ദേഹം ആരെ തൊട്ടിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഷേഖിനെ കിട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിലേക്ക് എത്തുന്ന സനദായി. ആ സനദ് നേരെ ചെല്ലുന്നത് എവിടേക്കാണ്? ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. 44ാമത്തെ കണ്ണി എത്തിച്ചേരുക അവരിലേക്കാണ്. പഠിച്ചു വെക്കണം, ഇതൊരു സനദാണ്. അങ്ങനെ പ്രവാചകൻ തൊട്ട സ്വഹാബി, പ്രവാചകനെ തൊട്ട സ്വഹാബി, ആ സ്വഹാബിയെ തൊട്ട താബീയങ്ങൾ, താബീയങ്ങളെ തൊട്ടതാകുന്ന തബഉ താബീയങ്ങൾ, അവരെ തൊട്ട ഇമ്മത്തുകൾ, അവരെ തൊട്ടതാകുന്ന ഔലിയാക്കൾ, അവരെ തൊട്ടതാകുന്ന നമ്മുടെ ഉസ്താദുമാർ, ഖതീബുമാർ, അവരുടെ കൈക്ക് നമ്മളൊന്നിങ്ങനെ പിടിക്കുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതാണ് ബറക്കത്ത്. മനസ്സിലായില്ല? ഈ ബറക്കത്താണ് നമ്മൾ എടുക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനെ തൃണവൽഗണിച്ചും അവഗണിച്ചും ഒക്കെ ബിദ്അത്തിന്റെ ആളുകൾ എന്ത് ബറക്കത്ത് എന്ന് പറഞ്ഞ് മാറി നിൽക്കും. അവർക്ക് അവഗണനയാണ്. ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവൂല, ഒരു ഐശ്വര്യം ഉണ്ടാവൂല, ഒരു സന്തോഷം ഉണ്ടാവൂല. ബറക്കത്ത് നിസാരല്ല. ആയത്ത് ഇഷ്ടം പോലെ ഞാൻ നിർത്തുകയാണ്, സമയമില്ല. എത്ര ആയത്തുണ്ടോ ഓതാൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതി വദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും സന്മാർഗത്തിൻ്റെതാകുന്ന ദീപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിന്റെ ഗേഹമായി ലോകത്ത് ആദ്യമായി പടച്ചിട്ടുള്ളതായ കഅബ. ആ കഅബയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ലല്ലദീ ബിബക്കത മുബാറകാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക എന്ന ബക്കയിൽ ആദ്യമായി പടച്ചിട്ടുള്ള വിശുദ്ധമാക്കപ്പെട്ടതായ ഗേഹം അല്ലാഹു ലോകർക്ക് മുഴുവനും ഹിദായത്തിന്റെ വെളിച്ചമായി സന്മാർഗത്തിന്റെ ഗേഹമായി പഠിപ്പിച്ചിട്ടുള്ള ഗേഹം അത് ബറക്കത്തുള്ളതായ ഗേഹമാണ്. ലല്ലദീ ബിബക്കത മുബാറകാ, അത് ബറക്കത്തുള്ള ഗേഹമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ബറക്കത്തുള്ള ഗേഹമാണത്. അതുകൊണ്ടാണത് ജനങ്ങൾക്ക് മുഴുവനും സന്മാർഗത്തിന്റെ ദീപം കൊടുക്കുന്നതായി മാറിയത്. സന്മാർഗ ലബ്ധി അവിടുന്ന് കിട്ടും. അതുകൊണ്ടല്ലേ ലോകത്തുള്ള എല്ലാവരും എങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്കുന്നത്? ഇങ്ങോട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു. ഒരൊറ്റ വ്യക്തി പോലും ആ കഅബയിലേക്ക് തിരിഞ്ഞ് കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യാറില്ല. നമ്മുടെയൊക്കെ പള്ളികളിൽ പോയി നോക്കി, നിങ്ങൾ മൂത്രപ്പുരയൊക്കെ പരിശോധിച്ച് നോക്കി. നമ്മുടെ വീടുകളിലും പണിയുമ്പോൾ അങ്ങനെ തന്നെ വേണം. എങ്ങോട്ടാ ദർശനം ഉണ്ടാകാൻ പാടില്ല? കഅബയിലേക്ക് മുമ്പിട്ടോ ഇരുന്നിട്ട് കാര്യം സാധിക്കാൻ പാടില്ല. കഅബയിലേക്ക് തുപ്പാൻ പാടില്ല. മുൻഭാഗത്തെ കഅബയാണ് അവിടെ എന്ന് അറിഞ്ഞാൽ അവിടെ തുപ്പാൻ പാടില്ല. എന്നല്ല, വലത്തു പോലും തുപ്പരുത്. എവിടെ തുപ്പണം? ഇടതുഭാഗത്ത് വേണം തുപ്പാൻ. ചില ആൾക്കാരുണ്ട് പള്ളിയിൽ നല്ല ജനൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് തുപ്പിക്കളയും. അവിടെ തുപ്പരുത്, ജനൽ വഴി തുപ്പരുന്ന് എഴുതിയിട്ടുണ്ട്. ആചാര്യ അതിൻ്റെ തൂന്നുള്ള നമ്മങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് തപ്പരുത് നായിക്കൊണ്ട് അതൊക്കെ തുപ്പിയേക്കും. അങ്ങനത്തെ ഹാജിയാക്കന്മാർ. ചിലർ മൂത്രപ്പുര എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ തുപ്പരുതെന്ന്. അവിടെ പോയിരുന്നിട്ട് ഒരു കല്ല് വെച്ചിട്ട് ഈ തൂരിന്ന് ഇങ്ങനെ ഒരച്ചു അതങ്ങ് കളിക്കും. അവിടെ തപ്പരുതെന്നാക്കി. അവിടെ എന്തോ തപ്പാൻ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലർക്ക് അതൊക്കെ പരിപാടി. ബാത്റൂമിൽ കണ്ടിട്ടില്ല, ചില ടോയ്ലറ്റിലൊക്കെ ചെന്നാൽ ഫുൾ എഴുത്തും കുത്താണ്. ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ ഫുൾ എഴുത്ത്. ഹാജിയാറ കലാവിരുതൊക്കെ അവിടെയാണ് കാണിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ ഫ്രണ്ട് കിബിലയ്ക്ക് നേരെ തുപ്പാൻ പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, കേബിക്കലെ കാല് നീട്ടിയിരിക്കാൻ പാടില്ല. കാരണം ഇത് ബറക്കത്തുള്ള ഗേഹാണ്. ശ്രദ്ധിക്കണം. പഠിക്കാനിരിക്കുമ്പോൾ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വേണോ? കിബിലയ്ക്ക് നേരെ അഭിമുഖമായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ സുന്നത്തിൽ പെട്ടതാണ്. സംസം വെള്ളം കുടിക്കുമ്പോൾ കിബിലയ്ക്ക് അഭിമുഖമായിരുന്നു കുടിക്കുക.
എത്ര കാര്യം ഇപ്പൊ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഖിബില എന്ന് പറഞ്ഞ നിസ്സാരമല്ല, വളരെ മഹത്തരം. എന്താ കാരണം? അള്ളാഹു പറഞ്ഞു ലല്ലദീ ബിബക്കത്ത മുബാറകൻ, അത് ബറക്കത്തുള്ളതാകുന്ന കെട്ടിടാൻ. കാര്യമൊന്നുമില്ല, നോക്കുമ്പോൾ ഒന്നുമില്ല. ചെറിയതാകുന്ന സ്ക്വയർ ഫീറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സ്ക്വയർ ആയിട്ടിരിക്കുന്നതാകുന്ന ഒരു കെട്ടിടം കറുത്ത കല്ലുകൊണ്ട് പെടുത്തത് എന്താ ഇതിനൊന്ന് ചിന്തിക്കും അല്ലേ? പക്ഷെ അള്ളാഹു ബറക്കത്തുണ്ടാക്കി, അള്ളാഹു ബറക്കത്താക്കി നൽകിപ്പോയി. അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ചേ പറ്റും. അതിനെയാണ് ജനങ്ങൾ കഅബ തവാഫ് ചെയ്യുന്നത്. ലോകത്ത് എവിടെയും വേറെ തവാഫില്ല, ചുറ്റലില്ല. അതിനെയാണ് ജനങ്ങൾ ഇങ്ങനെ വലയം ചെയ്യുന്നത്. കാരണം ഇത് ബറക്കത്തുള്ളതാണ്. അതിന്റെ മൂലയിലാണ് ഹജറുൽ അസ്വദ് വിധി ചെയ്യുന്നത്. ലോകത്താരും ഒരു കല്ലിനെയും ചുംബിക്കലില്ല. ഈ കല്ലിനെ പോയി ചുംബിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു കല്ലിനെയും പോയി ആരാധിക്കാനോ അതിന്റെ മുന്നിൽ തലകുമ്പിടാനോ വിശുദ്ധ ഇസ്ലാം പറയുന്നേ ഇല്ല. പക്ഷെ ഹജറുൽ അസ്വദ് പോയി ചുംബിക്കാൻ പറഞ്ഞു. നബി തങ്ങൾ ചുംബിച്ച് കാണിച്ചു കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരുമായി വിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വന്നപ്പോ ബഹുമാനപ്പെട്ടവർ ഹജറുൽ അസ്വദ് ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്നി ലഅലമു അന്നക ഹജറുൻ ലാ തദുർ വലാ തൻഫഉ, നീ കേവലം ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം, ഒരു പ്രയോജനമോ ഉപദ്രവമോ ചെയ്യാത്ത കല്ലാണ്. പക്ഷേ വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഹബീബ് നിന്നെ ചുംബിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഉമർ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. മറിച്ച് ഞാൻ ചുംബിച്ചത് എന്റെ ഹബീബ് ചുംബിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഒരു സാധാരണ കല്ലല്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, റസൂലല്ലാഹ്, ഇത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതായ കല്ലാണ്. ഇത് വെളുത്ത കല്ലായിരുന്നു. പാപമംഗലമാകുന്ന കരങ്ങളോടുകൂടി ജനങ്ങൾ കടന്നു വന്നതിനെ ചുംബിക്കുകയും തൊടുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കറുപ്പിച്ച് കളഞ്ഞു. സഹാബ, ഇതിന് തൊട്ടുമുത്തിയാൽ ചുംബിച്ചാൽ അല്ലാഹുവിനെ മുസാഫഹത്ത് ചെയ്തതുപോലെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കല്ലിനെ കുറിച്ചായി പറയുന്നത്. ഇസ്ലാമിൽ കല്ലെന്ന് പറയുന്നത് കല്ല്, മുള്ള്, ഇതിനെയൊന്നും ആരാധിക്കാൻ പാടില്ല. അതിന്റെ മുന്നിൽ തലകുറ്റുമ്പോടാൻ പാടില്ല. പക്ഷെ ഇവിടെ പോയി ജനങ്ങൾ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു, ബറക്കത്തുള്ള കല്ലാണെന്ന് പഠിപ്പിച്ചു. പിന്നെ നമ്മൾ ബറക്കത്തെടുക്കൽ തന്നെ. കഅബയുടെ ഓരോ ഭാഗത്തും പോയി തൊട്ടുമുത്തും അല്ലേ? ഓരോ ഭാഗത്തും പോയി പിടിച്ചു നിൽക്കും, ദുആ ചെയ്യും. കാരണം അത് ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ചു. വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റുക്നുൽ യമാനി പോയി തൊട്ടുമുത്തും. അവിടെ ചുംബനയില്ല, തൊട്ടുമുത്തും. ബറക്കത്തുണ്ടെന്ന് പഠിപ്പിച്ചു. ബറക്കത്തുള്ളത് കൊണ്ടാണ്. മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന വിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി നിലകൊണ്ടതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ലിഫ്റ്റാക്കി നൽകിയതാകുന്ന കല്ല്, ആ കല്ലൊരു ചില്ലും കൂടാരത്തിൽ വെച്ചിട്ടുണ്ട്. കഅബയുടെ വാതിലിന്റെ പരിസരത്ത് തന്നെ. അതിന്റെ പിന്നിൽ പോയി നിസ്കരിക്കാൻ അല്ലാഹു പറഞ്ഞു. എന്താ കാരണം? ബറക്കത്തുള്ളതാണത്. കാരണം ബറക്കത്തുള്ള ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുനബിയുടെ വല്യാപ്പ ഇസ്മായിൽ നബിയിലൂടെയാണ് മുത്തുനബിയുടെ പരമ്പര വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകർ അബുൽ അംബിയ എന്ന ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന ബഹുമാനപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ കാല് പതിഞ്ഞിട്ടുള്ളതാണത്. അതുകൊണ്ട് അത് ബറക്കത്തുള്ളതാണ്. അതിന്റെ പിന്നിൽ പോയി നിസ്കരിക്കും. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. വിശുദ്ധമായ കഅബ നിങ്ങൾ തവാഫ് ചെയ്തതിന് ശേഷം തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിങ്ങൾ നിസ്കരിക്കേണ്ടത് പവിത്രമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പിന്നിലാണ്. ആ വിശുദ്ധമാക്കപ്പെട്ടതായ മഖാം ഇബ്രാഹിമിനെ നിങ്ങൾ ഗൗനിക്കണേ. ബറക്കത്തുള്ളതാണെന്ന് അല്ലാഹുവിന്റെ കലാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നേരം വെളുക്കും. ആയത്തോ ഹദീസൊക്കെ ഡസൻ കണക്കിന്. ആകാശസീമകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് വർഷിക്കുന്ന മഴയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. വനസ്സൽനാ മിനസ് സമാഇ മാഅം മുബാറകാ ഫഅംബത്നാ ഫീഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖല ബാസിഖാത്തിൻ ലഹാ ത്വൽഉൻ نضيد
رزقا للعباد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج ആകാശസീമകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് വർഷിച്ചു നൽകുന്ന മനോഹരമായ മഴ, അതിനെക്കുറിച്ച് അല്ലാഹു പറയുകയാണ് വനസൽനാ മിനസ് സമാഇ മാഅ മുബാറക. മഴവെള്ളം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് ബറക്കത്തായിട്ടാണ്, ബറക്കത്തായിട്ടാണ്, ബറക്കത്തുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് മഴ പെയ്യാതിരുന്ന് പിന്നീട് ആദ്യ മഴ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? മഴ കൊള്ളണമെന്ന് പറയുന്നത്. ചിലർ നേരെ തിരിച്ചാ ചെയ്യുന്നത്, മഴ പെയ്യുന്നു ഇവിടെ അകത്തോട്ടോ, ഈ മഴ കൊള്ളല്ലേ, പുതുമഴ കൊള്ളണമെന്നാണ്. കാരണം എന്താ? ബറക്കത്തുള്ള മഴയാണത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വെള്ളം ബറക്കത്താണ്. ഈ മഴ പെയ്യുന്ന വെള്ളം കൊണ്ട് പല ചികിത്സകൾ നടത്തുന്നവരുണ്ട് അല്ലേ? ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, അതിനകത്ത് ചില കണികൾ, ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല റാഹത്തുള്ള വെള്ളം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ് വനസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒലിവ് മരത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിനെയും അള്ളാഹു പറയുന്നു ബറക്കത്തുള്ള മരമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ. ബറക്കത്തുള്ളതാകുന്ന ഒലിവ് മരമാണ്, ഒലിവ് മരമാണ്. ഇങ്ങനെ ആയത്ത് ഓതാൻ നിന്നാൽ നേരം വെളുക്കും, ഇഷ്ടം പോലെ പറയാൻ സാധിക്കും. എന്തിനാ ഞാൻ ഇതൊക്കെ ഓതി പറഞ്ഞത്? എന്തിനാ? ഇത്രയേറെ ബറക്കത്ത്. അല്ലാഹു ബറക്കത്തുടയവനാണ്. അവന്റെ നാമങ്ങൾ 99 നാമങ്ങൾ ബറക്കത്തുടയതാണ്. എല്ലാ അമ്പിയാക്കളും ബറക്കത്തുള്ളതാണ്. ഈസാ നബിയും മൂസാ നബിയും ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായിൽ നബിയും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ളവർ ബറക്കത്തുള്ളതാണ്. ഒക്കെ നമ്മളിവിടെ ചൂണ്ടി. ഇനി തീർന്നില്ല. ഈ പ്രവാചകന്മാർ മുഖേന കൈമാറുത്തുന്ന ഗ്രന്ഥങ്ങളും ബറക്കത്താണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കി എടുക്കാൻ ആ ഖുർആൻ മുറുകെ പിടിക്കണം. ഇതൊക്കെ ബറക്കത്താണ്. ഈ ബറക്കത്ത് നമ്മൾ നേടിയെടുക്കാൻ 2 കാര്യങ്ങൾ. ഒന്ന്, ഖുർആൻ ശരിക്ക് ഓതി ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥന മുറുകെ പിടിക്കണം. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് പരിശുദ്ധമായ കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയിരിക്കുന്നത് ബറക്കത്തുള്ളതായ ഗ്രന്ഥമായതുകൊണ്ടാണ്. ഈ ബറക്കത്തുള്ള ഗ്രന്ഥങ്ങൾ പിൻപറ്റണേ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യണേ. ഖുർആൻ
ഖുർആൻ കയ്യിലുള്ളവൻ അവൻ കാറ്റലോഗാണെന്ന് മനസ്സിലാക്കണം, അവന്റെ വഴികാട്ടിയാണെന്ന് മനസ്സിലാക്കണം. തെറ്റിലേക്ക് പോകാതെ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം അവൻ ചിട്ടപ്പെടുത്തണം. അവൻ കള്ളു കുടിക്കാൻ പോകരുത്, അവൻ വ്യഭിചരിക്കാൻ പോകരുത്, അവന് സിനിമ കാണാൻ പോകരുത്, അവന് സീരിയൽ ദർശിക്കാൻ പോകരുത്, അശ്ലീലമായ തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോകരുത്. കാരണം എല്ലാം ഖുർആനെതിരെ പറഞ്ഞതാണ്. ഒരു നിലയ്ക്കുമുള്ള അശ്ലീലമായ പ്രവണത നീ നടത്തരുതേ. നിന്റെ കണ്ണ് നീ ശ്രദ്ധിക്കണേ, നിന്റെ കാത് നീ ശ്രദ്ധിക്കണേ, നിന്റെ കൈകാലുകൾ ശ്രദ്ധിക്കണേ, നിന്റെ ഹൃദയത്തെ നീ ശ്രദ്ധിക്കണേ. അല്ലാഹു അല്ലാതെ മറ്റൊരു മസ്ഖലൂക്കിലേക്കും ഒരു സൃഷ്ടിയിലേക്കും നീ തിരിയരുതേ. അല്ലാഹു അല്ലാതെ മറ്റൊരു മനുഷ്യനെയും നീ ആരാധന കൊണ്ട് വർത്തിക്കരുതേ. നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവനാകണം, നോമ്പുകൾ നോറ്റ് വീട്ടുന്നവനാകണം, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവനാകണം, വിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവനാകണം. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നീ നിർവഹിക്കണം. എന്തുകൊണ്ടാണ് വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, നിങ്ങൾക്കിതാ നൽകപ്പെട്ടിരിക്കുന്നതായ ഗ്രന്ഥം അത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ നിലകൊണ്ടാൽ ലഅല്ലകും തുർഹമൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തീർച്ചയായും കാരുണ്യം ചൊരിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലഅല്ലകും തുർഹമൂൻ. ഖുർആനിലല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ ലഅല്ല വന്നാൽ ലിതർജി, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരുണ്യത്തിൽ. എന്നാൽ ഖുർആനിൽ വന്നാൽ താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് പറയുന്നു ലിതഹഖീഖി, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാരുണ്യം അല്ലാഹു ചൊരിയും എന്നാണ് മഅന. ഉറപ്പായി നിങ്ങൾക്ക് അല്ലാഹു കരുണ ചൊരിയും. എന്ത് വേണം? അല്ലാഹുവിനെ പേടിച്ച് ഭയഭക്തിയോടുകൂടി ഖുർആൻ പിൻപറ്റി നിങ്ങൾ ജീവിക്കാൻ തുനിഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ നിങ്ങൾക്ക് കാരുണ്യം കിട്ടാൻ കാരണം? ഈ ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ഈ ബറക്കത്താണ് സഹോദരങ്ങളെ നമ്മൾ ഈ ചോദിക്കുന്നത്. അത് മനസ്സിലാക്കി ഇനി നിസാരമായിട്ട് ദ്വാരക്കാതെ ഇനി ഒന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖല റജബ്, വിശുദ്ധമായ റജബ് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പരിശുദ്ധമായ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ റബ്ബേ. ഏതാണ് ഈ ബറക്കത്ത്? നിന്റെ ദാത്തിലുള്ള ബറക്കത്താണ്. ഏതാണ് ഈ ബറക്കത്ത്? നിന്റെ സിഫാത്തിലുള്ള ബറക്കത്താണ്. നിന്റെ അസ്മാഉകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ബറക്കത്താണ്. നിന്റെ പ്രവാചകന്മാർക്ക് നീ നൽകിയിട്ടുള്ള ബറക്കത്താണ്. ആ പ്രവാചകന്മാരുടെ പ്രിയപ്പെട്ട അനുയായികളിൽ നൽകിയിട്ടുള്ള ബറക്കത്താണ്. വിശുദ്ധമായ കഅബയ്ക്ക് നൽകിയിട്ടുള്ള ബറക്കത്താണ്. വിശുദ്ധ മഖാം ഇബ്രാഹിമിൽ നൽകിയിട്ടുള്ള ബറക്കത്താണ്. ആകാശസീമകളിൽ നിന്ന് ഭൂമിയിലേക്ക് വർഷിച്ചിട്ടുള്ളതാകുന്ന മഴയിലൂടെ നൽകിയിട്ടുള്ള ബറക്കത്താണ്. ഇങ്ങനെ ലോകത്ത് നീ വാരി വിതറിയതാകുന്ന സർവ്വ ബറക്കത്തുകളെയും സമ്മിശ്രമായി എനിക്ക് ഈ വിശുദ്ധമായ റജബിലും ശഅബാനിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, ആ നിലക്ക് ഞങ്ങളിലേക്ക് റമളാൻ എത്തിക്കണേ അല്ലാഹ്. ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ റമളാൻ ഞങ്ങൾക്ക് സാധ്യമാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇപ്പോഴാണ് അതിന്റെ മയന തിരിഞ്ഞത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ മനസ്സിലെത്തിയിട്ട് നിങ്ങളൊന്ന് ചോദിക്കുക, ഈ പറയപ്പെട്ടതാകുന്ന ബറക്കത്തുകളൊക്കെ അല്ലാഹു സമ്മിശ്രമായിട്ട് അല്ലാഹു നമുക്ക് തരാൻ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മുടങ്ങാതെ ചോദിക്കൽ. റജബിലും ശഅബാനിലും നല്ലതുപോലെ ചോദിച്ച് നേടിയെടുക്കണം. ഖുർആൻ പിൻപറ്റി ജീവിക്കണം. അതോടൊപ്പം തന്നെ എന്ത് വേണം? ചോദിച്ചു വാങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.